യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നതിന് മുൻപ് മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ, പഴയ നിയമത്തിലെ അവസാനത്തെ 2 വാക്യങ്ങൾ ആയ മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ബിഫോർ ദാറ്റ് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാൻ 20-21 കിട്ടിയെങ്കിൽ ആമേൻ പറയോ? രണ്ട് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. 2 മലാക്കിയിൽ നിന്ന് യോഹന്നാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 20-21. Blessed people, blessed be the name of God. യോഹന്നാൻ 20-21 പറയുന്നു, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിയോഗം. കേട്ടില്ല? നിയോഗം. ഓ, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അസൈൻമെന്റ്. സ്തോത്രം. അസൈൻമെന്റ്, നിയോഗം. മലാക്കി 4-ാം അധ്യായം. മലാക്കി 4-ാം അധ്യായം എടുക്കാൻ വളരെ എളുപ്പമാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ അധ്യായം മലാക്കി 4 അതിൻ്റെ 5-6 വാക്യങ്ങൾ. മലാക്കി 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞേ. അതിൻ്റെ സ്തോത്രം. അതെ, 5-ാം വാക്യം അവസാന ഭാഗം. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ മോശയെ അല്ലെങ്കിൽ ഗിദെയോനെ അല്ലെങ്കിൽ ബാരാക്കിനെ അല്ലെങ്കിൽ യിഫ്താഹിനെ അല്ലെങ്കിൽ ശലോമോനെ, ദാവീദിനെ, ദാനിയലിനെ, ഇതൊന്നുമല്ല ദൈവം പറഞ്ഞത്. കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. ഇന്ന് പകൽ ഒരു ഫയർ അനോയിന്റിങ്ങുമായി മാത്രമേ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ. കാരണം നമ്മുടെ മേലൊരു നിയോഗമുണ്ട്. ഓ കമാൻ. എന്നോട് കോപ്പപ്പ് ചെയ്യുന്ന ആരേലുണ്ടോ? എന്നോട് ആത്മാവിൽ ഐകമത്യപ്പെടാൻ ആരേലുണ്ടോ? ഒരു തീയുടെ പുതപ്പുമായി മാത്രമേ ഈ ഹാളിൽ നിന്ന് ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ നമ്മൾ പുറത്തിറങ്ങാവൂ. In Jesus' name. Holy Spirit, this is now your time, your season and occasion. In Jesus' name. Amen. ദയവായി ദൈവസന്നിധിയിലിരുന്നാട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദെൻ തോട്ടത്തിൽ ആക്കിയപ്പോൾ ദൈവം കാലങ്ങളെ അല്ല കണ്ടത്, ദൈവം തലമുറകളെയാണ് കണ്ടത്. ദൈവം സീസൺസിനെ അല്ല കണ്ടത്, ദൈവം ജനറേഷൻസിനെയാണ് കണ്ടത്. ദൈവം ഒരു വ്യക്തിയെ അല്ല കണ്ടത്, ദൈവം ഒരു സമൂഹത്തെയാണ് കണ്ടത്. പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെ വാഴുവീൻ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയല്ല ദൈവം കണ്ടത്, ഒരു ഹോളി സൊസൈറ്റിയെ, ഒരു വിശുദ്ധ സമൂഹത്തെയാണ് ദൈവം കണ്ടത്. സോ ദൈവം, സ്തോത്രം, തലമുറകളുടെ ദൈവമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വിഷണറി ആര് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ദർശനമുള്ളവൻ ആരെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഏതെങ്കിലും രാജാക്കന്മാരോ ഏതെങ്കിലും പഴയ നിയമ ഭക്തന്മാരോ പ്രവാചകന്മാരോ അല്ല. ഏറ്റവും വലിയ വിഷണറി ദൈവം തന്നെയാണ് ഏറ്റവും വലിയ ദർശനമുള്ളവൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടേതായ ഒരു ദർശനം ഇല്ല. നമുക്ക് നമ്മുടേതായ ദർശനത്തെ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ചെടുക്കുവാൻ കഴിയത്തില്ല. ജീവിതത്തെക്കുറിച്ച്, തുടർന്നുള്ള നാളുകളുള്ളതായ വർഷങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ ദർശനം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ ദർശനമാണ്.
ലോകങ്ങളുടെ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഏറ്റവും വലിയ സ്തോത്രം ദർശനമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെതാണ്. ഗാഡ് ഈസ് എ ഗ്രേറ്റ് വിഷണറി. ദൈവം വലിയൊരു ദർശനം ഉള്ളവൻ തന്നെയാണ്. വേദപുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ചകളായി നാം കേൾക്കുകയായിരുന്നു അപ്പൻ്റെ വീട്, അപ്പൻ്റെ വീടിൻ്റെ സിസ്റ്റം നമ്മൾ കണ്ടു. അപ്പൻ്റെ ഹൃദയം, പിതാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും സ്തോത്രം തിരുവചനം പറയുന്നു, തിരുവചനത്തിൽ നമ്മൾ കാണുകയുണ്ടായി അതെ സ്തോത്രം ഈ ലോകത്തിലെ നെഗറ്റീവ് ഫാദേഴ്സ്. കഴിഞ്ഞ ആഴ്ച അതായിരുന്നു പർട്ടിക്കുലർ സെക്കൻഡ് സർവീസിന് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഫാദേഴ്സ്, ഈ ലോകത്തിലെ എത്ര കുറവുള്ള അപ്പന്മാരുണ്ടെങ്കിലും, കുറവുള്ള അമ്മമാരുണ്ടെങ്കിലും, കുറവുള്ളതായ സ്തോത്രം കുടുംബങ്ങളുണ്ടെങ്കിലും സ്തോത്രം നിറഞ്ഞവനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഉദാഹരണമായി സ്തോത്രം അതെ കോരഹ് എന്ന് പറയുന്നവൻ സ്തോത്രം അതെ റബലിയസായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമാക്കി വെച്ചതായ നേതൃത്വത്തോട് മറുതലിച്ചവനായിരുന്നു കോരഹ്. മറുതലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൂമി പിളർന്ന് ഈ ഭൂപ്പരപ്പിൽ നിന്ന് മാറിപ്പോകും. ഈ ഭൂപ്പരപ്പിൽ നിന്ന് അവൻ അപ്രത്യക്ഷമായി അഥവാ കൃപയിൽ നിന്ന് പലരും മറയുന്നത് മറുതലിക്കുന്നത് കൊണ്ടാണ്. അഭിഷേകത്തിൽ അനേകർ വീണു പോകുന്നത് മറുതലിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം ഇതൊരു മറുതലിപ്പിൻ്റെ തലമുറയാണ്. അതുകൊണ്ടാണ് 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ് സ്തോത്രം അല്ലെങ്കിൽ ചില നാളുകൾ കഴിഞ്ഞ് പലരും അഭിഷേകത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്തോത്രം അനുസരണയാണ് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ദൈവകൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അനുസരണയുള്ളവനായിരിക്കണം. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ്. എഗൈൻ വീണ്ടും നമ്മൾ കേൾക്കുകയുണ്ടായി സ്തോത്രം അത് ദാവീദിന്റെ പിതാവായ ഈശായിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഈശായി സ്തോത്രം ബഹുഭാര്യത്വത്തിൻ്റെ ഒരു അപ്പനായിരുന്നു സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ റിജക്റ്റ് ചെയ്തിരുന്നു. പ്രധാനമായി ദാവീദിന് ആ തിരസ്കരണം അനുഭവിച്ചു. കാരണം ആ അപ്പൻ മാതൃക അപ്പനല്ല. മക്കളുടെ മുൻപിൽ സ്തോത്രം നടന്നത് ആ അപ്പൻ മാതൃകയായിട്ടല്ല. അപ്പൻ എന്ന ചിത്രം വരുമ്പോൾ അപ്പനെ കുറിച്ചുള്ളതായ ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് നല്ല ചിത്രങ്ങൾ അല്ല. നിങ്ങളുടെ ഭവനത്തിൽ വളരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അത് 1000 വീഡിയോ ക്യാമറയേക്കാൾ പവർഫുള്ളതായ വ്യക്തിത്വങ്ങളായിട്ടാണ് അവർ വളരുന്നത്. വീഡിയോ ക്യാമറയ്ക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, സ്തോത്രം ഒരു മെമ്മറിക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ 1000 വീഡിയോ ക്യാമറകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാലും ചിത്രീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഭവനത്തിൽ വളരുന്നതായ സ്തോത്രം അതേ കുട്ടികളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പൻ എന്ന് പറയുമ്പോൾ പലരെയും മാനിക്കാത്തത്. ദൈവം അപ്പൻ എന്ന് പറയുമ്പോൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. സഭയിൽ വന്ന് സ്പിരിച്വൽ ഫാദർ, ആത്മീയ പിതാവ് എന്ന് പറയുമ്പോൾ അതിന് സ്തോത്രം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്, കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് സ്തോത്രം അവിടെ ചർച്ചിലോ നാട്ടിലോ സ്കൂളിലോ അല്ല, സ്വന്തം വീട്ടിൽ നല്ലൊരു അപ്പനെ അവർ കണ്ടിട്ടില്ല. സ്വന്തം വീട്ടിൽ നല്ലൊരു അപ്പനെ അവനെ കാണാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഹൃദയത്തിൽ കിടക്കുന്നതായ ചിത്രം വികലമായ ചിത്രമാണ്. അവിടെ ഹൃദയത്തിൽ കിടക്കുന്ന അപ്പൻ്റെ ചിത്രം നല്ല ചിത്രമല്ല. നല്ലൊരു ചിത്രം അവർക്ക് അപ്പനെ കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് മാനിക്കേണ്ടവരെ പലപ്പോഴും അവർക്ക് മാനിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ സ്തോത്രം അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും അതേ കൾച്ചറിൻ്റെയും കുറ്റം പറവാനല്ല ഞാൻ നിൽക്കുന്നത്. കോഴിയെപ്പോലെ എൻ്റെ അപ്പനാ കുഴപ്പം, എൻ്റെ അമ്മയ്ക്ക് ഈ കുഴപ്പം എന്ന് പറവാൻ ആരെയും ദൈവം നിയോഗിച്ചിട്ടില്ല. നമ്മൾ താഴേക്ക് നമ്മിലേക്കല്ല നോക്കേണ്ടത്. കർത്താവ് യേശു പറഞ്ഞു തല ഉയർത്തി നോക്കുവേൻ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ തല ഉയർത്തി നോക്ക്, തല ഉയർത്തി നോക്ക്, തല ഉയർത്തി നോക്ക്, തല ഉയർത്തി നോക്ക്. തല ഉയർത്തി നോക്കുമ്പോൾ എത്ര കുറവുള്ള കുടുംബമാണെങ്കിലും മാതാവാണെങ്കിലും പിതാവാണെങ്കിലും സഹോദരങ്ങളെ സ്വർഗസ്ഥനായ അപ്പനെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്വർഗസ്ഥനായ അപ്പനെ കുറിച്ച് അപ്പനെ റെപ്രസെന്റ് ചെയ്യുന്ന യേശു കർത്താവ് തന്നെ കടന്നു വന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കാൻ നിങ്ങളും സൽഗുണ പൂർണ്ണർ ആകുവേൻ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ അപ്പൻ കള്ളം പറഞ്ഞതുപോലെ നീ കള്ളം കാണിക്കണമെന്നല്ല. നിന്റെ അമ്മ നുണ പറഞ്ഞതുപോലെ നീ നുണ പറയണമെന്നല്ല. നിന്റെ അപ്പൻ വേലി ചാടിയതുപോലെ നീ വേലി ചാടണമെന്നല്ല. നിന്റെ അമ്മയെപ്പോലെ നീ നിരാശയിലും ദുഃഖത്തിലും കഴിയണമെന്നല്ല. സ്തോത്രം. There is a perfect father not on the earth, not in the church, not in the house, but in the heaven. There is a perfect heavenly father. സ്വർഗസ്ഥനായ അപ്പൻ നിനക്കൊരു പെർഫെക്റ്റ് ഫാദർ ആയതുകൊണ്ട് നീ ഇംപെർഫെക്റ്റ് ആകല്, പകരം നീ പെർഫെക്റ്റ് ആയി തീരണം. ഈ
ഇശായി ഇംപെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇശായിക്ക് ചിന്തിപ്പാൻ കഴിയാത്ത മേഖലയിൽ ദാവീദ് ഇതാ ഇടിച്ചു കയറി. ഇശായിയുടെ മറ്റ് മക്കൾ സോൾജേഴ്സായി പട്ടാളത്തിലായിരിക്കുമ്പോൾ സ്തോത്രം ദാവീദ് മാത്രം ചക്രവർത്തിയായി തീർന്നു. ഞാൻ ഇന്ന് പകലും ഒരിക്കൽ കൂടെ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കും കഴിയാത്തൊരു ട്രെൻഡിനെ തമ്പുരാൻ നിങ്ങളിലൂടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നിങ്ങളുടെ കരിയറിലൂടെ കർത്താവ് പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്വന്തം കരത്തെ തലമേൽ വെച്ചിട്ട് പറ, ഐ ആം എ ട്രെൻഡ് മേക്കർ. പറഞ്ഞാട്ടെ, ഐ ആം എ ട്രെൻഡ് മേക്കർ. പുതിയ തുടക്കം നിങ്ങളിലൂടെ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. പലതിൻ്റെ പുതിയ തുടക്കം നിങ്ങളിലൂടെ സംഭവിക്കുന്നു. കോരഹ് ദൈവസഭയ്ക്കകത്ത് വന്ന് പൊളിറ്റിക്സ് കളിച്ച് സ്തോത്രം അതെ ഭൂമി പിളർന്ന് അവൻ അപ്രത്യക്ഷമായി, അവൻ ഭൂമിക്ക് താഴേക്ക് പോയി. പക്ഷേ കോരഹ് പുത്രന്മാർ ദേവാലയത്തിലേക്ക് കയറി ചെന്ന് ദേവാലയത്തിൽ നോക്കി ഇവണ്ണം പാടുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. 84 സങ്കീർത്തനം ദാവീദല്ല, മോശയല്ല, താഴേക്ക് പോയി മുടിഞ്ഞു പോയ, ഭൂമി പിളർന്ന് തകർന്നു പോയ കോരഹിന്റെ മക്കളാണ് പാടിയത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് അപ്പൻ പാടാത്ത പാട്ട്, അമ്മ പറയാത്ത പ്രവചനം, കുടുംബക്കാർ ചെയ്യാത്ത ശുശ്രൂഷ, ഓ ഗ്ലോറി, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യട്ടെ. Because there is a heavenly Father, there is a perfect heavenly Father. പരിപൂർണനായ ഒരു സ്തോത്രം സ്വർഗീയ അപ്പൻ സ്തോത്രം സ്വർഗത്തിലുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പല പ്രാവശ്യം തോറ്റിരിക്കാം, നിങ്ങൾ പഠിച്ചത് മലയാളം മീഡിയത്തിലായിരിക്കാം, കുത്തുവിട്ട പുസ്തകം പോലെ ചിതറിയ ഒരു വീട്ടിലായിരിക്കാം നിങ്ങൾ പാർത്തത്, ശൈശവ പ്രായം വളരെ മോശമായിരിക്കാം, പലരും നിങ്ങളെ വാക്കുകളിലും പ്രവൃത്തിയും അബ്യൂസ് ചെയ്തിരിക്കാം, തകർത്തിരിക്കാം. പക്ഷെ എന്തോ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ കുറവുകളുടെ മേൽ കുറവുകളുണ്ടെങ്കിലും ഒരു നിറഞ്ഞ അപ്പൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് സ്തോത്രം അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഈ ലോകത്തിൽ കുറവുള്ളവനായിട്ടല്ല, കുറഞ്ഞവനായിട്ടല്ല, നിറഞ്ഞവളായി നിന്നെ നടത്തുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിൽ അപ്പൻ നിങ്ങൾക്കായുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നീ കുറഞ്ഞവനല്ല, നീ തകർന്നവനല്ല, നീ ആടെ മുമ്പിൽ തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടവനല്ല, ചുറ്റുമുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കുവാൻ തക്കണം. ചോദ്യചിഹ്നം പോലെ കുഞ്ഞിരിക്കുന്നതിനെ ഒരു ആശ്ചര്യ ചിഹ്നമാക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ അപ്പന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വർഷങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പ്രസംഗിക്കുന്നതായ ഒരു സ്തോത്രം, ഒരു മാസ്റ്റർ മെസ്സേജിൽ ഒന്നാണ് സ്തോത്രം, ഹി മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 100 കണക്കിന് സ്ഥലങ്ങളിൽ സ്തോത്രം ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ 22ഓളം റീസണാണ് എൻ്റെ പഴയ നോട്ട്ബുക്കിൽ സ്തോത്രം ഒരു പക്ഷേ 1999 ഞാൻ എഴുതിയിട്ടത്. സ്തോത്രം അതെ 22ഓളം റീസൺ. പാപങ്ങളെ നീക്കാൻ അവൻ പ്രത്യക്ഷനായി, ബലഹീനതകളെ ചുമക്കാൻ പ്രത്യക്ഷനായി, രോഗങ്ങളെ ചുമക്കാൻ പ്രത്യക്ഷനായി, ദൈവവചനത്തെ നിവർത്തിപ്പാൻ അവൻ പ്രത്യക്ഷനായി, പിശാചിന്റെ പ്രവർത്തികളെ അടിപ്പാൻ അവൻ പ്രത്യക്ഷനായി, ശാപങ്ങളെ ഏറ്റെടുപ്പാൻ അവൻ പ്രത്യക്ഷനായി. രക്തം ചൊരിഞ്ഞിട്ട് വിമോചനമില്ലാത്തത് കൊണ്ട് രക്തം ചൊരുവാൻ പ്രത്യക്ഷനായി, പുതിയ നിയമത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിവർത്തിയാക്കുവാൻ പ്രത്യക്ഷനായി. ഇങ്ങനെയുള്ള 22ഓളം റീസൺസ്. പക്ഷേ ഇന്ന് പകൽക്കാലം അല്പം പോലും ഹെസിറ്റേഷൻ ഇല്ലാതെ, മടി കൂടാതെ ഞാൻ പറയട്ടെ, എൻ്റെ ഫസ്റ്റ് റീസൺ ഞാൻ പറയട്ടെ, why Jesus came into this world. യേശു ഈ ലോകത്തിൽ കടന്നു വന്ന ഒന്നാമത്തെ റീസൺ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനോ അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടി മരിക്കാനോ ഒന്നും അല്ല. അതെല്ലാം സ്തോത്രം അതിന് തുടർന്ന് വരും. പക്ഷേ നമ്പർ വൺ റീസൺ, ഒന്നാമത്തെ റീസൺ യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് ടു റിവീൽ ദ ഫാദർ. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിൽ കടന്നു വന്ന. പിതാവിനെ വെളിപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പിതാവിനെ വിശ്വസിക്കുന്നത്? എങ്ങനെയാ പിതാവിനെ ആരാധിക്കുന്നത്? എങ്ങനെയാ പിതാവിൻ്റെ അടുക്കലേക്ക് മക്കളായി തീരുന്നത്? സ്തോത്രം, പിതാവിനെ വെളിപ്പെടുത്തുവാൻ യേശു കടന്നു വന്നു. യോഹന്നാൻ 1:17 അങ്ങനെ പറയുന്നു, സ്തോത്രം, അവൻ്റെ മടിയിൽ ഇരിക്കുന്നതായ യേശു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സോ മോശയിലൂടെയല്ല, അബ്രഹാമിലൂടെയല്ല, മറ്റേ ആരിലൂടെയല്ല. whenever you are seeing Jesus, യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ, സ്തോത്രം, യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ പിതാവിനെയാണ് നിങ്ങൾ കാണുന്നത്. 1 തിമോഥെയോസ് 6:16 പറയുന്നു, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്നവനാണോ ദൈവം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്നവനാണോ ദൈവം. എന്നാൽ സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം തന്നെത്താൻ ചുരുക്കി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സ്തോത്രം, അതെ, യേശുവിനെ കാണുന്നവർ പിതാവിനെ കണ്ടു.
ഒരു ദിവസം ഫിലിപ്പോസ് വന്ന് യേശുവിനോട് ഇപ്രകാരം പറയുന്നു, സ്തോത്രം, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരുന്നെങ്കിൽ ഞങ്ങൾക്ക് മതി. പിതാവിനെ കാണിച്ചു തരണമേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മതി. എന്നാൽ യേശു കർത്താവ് ഇപ്രകാരം തിരിച്ചു പറയണം, 3.5 വർഷം ഫിലിപ്പോസെ നീ എൻ്റെ കൂടെ നടന്നിട്ടും നീ സ്തോത്രം അതെ പിതാവിനെ കണ്ടില്ലയോ? 3.5 വർഷം നീ എൻ്റെ കൂടെ നടന്നിട്ടും കണ്ടില്ലയോ? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഒരിക്കൽ കൂടെ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. സ്തോത്രം. സോ യേശു കർത്താവിനെ കണ്ടവൻ പിതാവായ ദൈവത്തെയാണ് കാണുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പിതാവായ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ സ്തോത്രം വരവിന്, യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് ഫോർ റണ്ണറായി ടു പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്, കർത്താവിന് വേണ്ടി പാത ഒരുക്കുന്നവനായി ഒരുവൻ കടന്നു വന്നു. അവനാണ് യോഹന്നാൻ സ്നാപകൻ. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യേശുവിനെ പാത ഒരുക്കുന്നവനായി സ്തോത്രം അതേ ഒരുവൻ കടന്നു വന്നു. അവനാണ് ആര്? ഒരിക്കൽ കൂടെ പറഞ്ഞാണ്ട്, യോഹന്നാൻ സ്നാപകൻ. സ്തോത്രം. യെശയ്യാ 40:3 അങ്ങനെ പറയുന്നു, കർത്താവിന് വഴി ഒരുക്കുന്നവനായി യോഹന്നാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരു ദിവസം മറുരൂപമലയിൽ യേശു കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 ശിഷ്യന്മാരുമായി കടന്നുപോയി. എന്നിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരുന്നതായ സമയത്ത് യേശു പറയാണ്, ഏലിയാവ് വന്നു കഴിഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു. സ്തോത്രം. ഇനി വരുമെന്ന് പറയുന്നത് ഏലിയ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്? കാരണം അക്കാലത്ത് സ്തോത്രം ജനം വന്ന് ഇടയ്ക്കിടയ്ക്ക് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, നീയാണോ ഏലിയാവ്, നീയാണോ ഏലിയാവ്? എന്തുകൊണ്ടാണ് അവർ ചോദിച്ചത്? മിസ്റ്റേക്ക് ആയിട്ടല്ല അവർ ചോദിച്ചത്. മലാക്കി 4:5-6 വാക്യങ്ങളിൽ കർത്താവ് വളരെ കൃത്യമായി ഗംഭീരമായി പ്രവചന ദൂതായി പറഞ്ഞിരിക്കുന്നു, ഒരു ഏലിയാവ് വരും. അപ്പോൾ യേശുവിലൂടെ വെളിപ്പെട്ട ദൈവ ശക്തി കണ്ടപ്പോൾ, യേശുവിലൂടെ വെളിപ്പെടുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ പരീശന്മാർ ചിന്തിച്ചു പോയി, അയ്യോ ഇവൻ ഏലിയാവാണോ എന്ന്. യേശുവിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയെ കണ്ടപ്പോൾ സ്തോത്രം അവർ ചിന്തിച്ചു പോയി, ഇവൻ ഏലിയാവാണോ? കാരണം ഏലിയാവ് എപ്പോഴാണോ പ്രാർത്ഥിച്ചത് അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും വെളിപ്പെട്ടു. ഏലിയാവ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ പറയുന്നു, he is not a perfect man but he is a hungry man, he is a man like a same as ours. നമ്മെ പോലെ ഉള്ളതായ, നമുക്ക് സമസ്വഭാവമുള്ളതായ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവ് നമ്മെ പോലെ സമസ്വഭാവമുള്ളതായ മനുഷ്യൻ ആയിരുന്നു. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 7 വട്ടം അവൻ പ്രാർത്ഥിച്ചു. 3.5 വർഷത്തിന് ശേഷം മഴ പെയ്തു. അവൻ ഇടയ്ക്ക് പ്രാർത്ഥിച്ചു, മരിച്ചു കിടന്നതായ ഒരു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. ഏലിയാവ് എപ്പോഴാണ് പ്രാർത്ഥിച്ചത് അപ്പോഴൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു. സോ ഏലിയാവ് ധൈര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെയും സക്സസ്ഫുള്ളിൻ്റെയും വളരെ ശക്തമായ ശുശ്രൂഷയുടെയും ഒരു പ്രതീകമാണ്. 3.5 വർഷമായിരുന്നു ഏലിയാവ് തൻ്റെ ഫസ്റ്റ് പാർട്ട് സ്തോത്ര മിനിസ്ട്രി ഈ ഭൂമിയിൽ തീർത്തത്. ഏലിയാവിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ഏലിയാവിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയുന്നെങ്കിൽ എനിക്ക് റാപ്ചറിനെ കുറിച്ച്, ദൈവസഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറയേണ്ടി വരും. അന്തിക്രിസ്തുവിൻ്റെ സ്തോത്ര പ്രത്യക്ഷതയെക്കുറിച്ച് പറയേണ്ടി വരും. ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ച് പറയേണ്ടി വരും. അതേ സഭയില്ലാത്ത ലോകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. ഏലിയാവിൻ്റെ സെക്കൻഡ് 3.5 വർഷം വരാൻ പോകുന്നതേയുള്ളൂ. ഏലിയാവിൻ്റെ ഫസ്റ്റ് 3.5 വർഷം കഴിഞ്ഞതേയുള്ളൂ. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇടയ്ക്ക് നിങ്ങൾക്കൊരു തകർച്ച വന്നു, കണ്ണുനീർ വന്നു, നിലവിളി വന്നു എന്ന് പറഞ്ഞ് സ്തോത്രം നീ തീർന്നു പോയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഇടയ്ക്ക് നിനക്ക് എന്തെങ്കിലും ക്ഷതമോ ക്ഷീണമോ സംഭവിച്ച് നീ നിനക്കെന്തെങ്കിലും വന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ തീർപ്പ് കൽപ്പിച്ചെങ്കിൽ വരട്ടെ പറയാം, വരട്ടെ. എൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതേ ഉള്ളൂ, എൻ്റെ സെക്കൻഡ് ഹാഫ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ബൈബിൾ പറയുന്നു, തിരുവചനം പറയുന്നു, ഏലിയാവിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാൾ എത്രയോ മഹത്വമുള്ളതാണ് ഏലിയാവിൻ്റെ സെക്കൻഡ് ഹാഫ്. എത്ര പേർ ആമേൻ പറയുന്നു? അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ നല്ല കാലം വരാൻ പോവാ. പറഞ്ഞാട്ടെ, എൻ്റെ നല്ല കാലം വരാൻ പോവാ. സോ ഏലിയാവിൻ്റെ രണ്ടാം സ്തോത്രം സെക്കൻഡ് പാർട്ട് നല്ല കാലം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഗുഡ് മോർണിംഗ് ഏലിയാവേ, ഗുഡ് മോർണിംഗ് ഏലിയാവേ, ഇത് പുതിയ നിയമമാണ്. ഒരിക്കൽ കൂടെ, ഏലിയാവേ, പഴയ നിയമത്തിൽ നീ നിരാശ കൊടിയിൽ വീണ് പൊളിയപ്പെട്ടു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലില്ലാത്ത മഹത്വവും ശക്തിയും പ്രതാപവും വിടുതലും നിന്നിലൂടെ തമ്പുരാൻ പുറത്തെടുക്കുവാൻ പോകുന്നു.
പഴയ നിയമത്തിൽ യു ആർ എ റീജിയണൽ പ്രോഫറ്റ് എമംഗ്സ് സമറിയ. ശമരിയയിൽ മാത്രം നീ ഒതുങ്ങിയ ഒരു പ്രവാചകനാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ഏരിയാവെ നീ കയറി നിൽക്കുമ്പോൾ ABC, NBC, CNN, BBC, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, സകല ചാനലുകളും ഏരിയാവെ നിന്റെ ലോകം മുഴുവൻ കാണിക്കും. ഏരിയാവെ സ്തോത്രം, ഒതുക്കമില്ലാത്ത അതിർത്തിയില്ലാത്ത ഒരു ശുശ്രൂഷയായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ അത് പറയും, അതിർത്തിയില്ലാത്ത അതിരുകളില്ലാത്ത ഒരു ശുശ്രൂഷയായിരിക്കും നിന്റെ രണ്ടാം പകുതിയിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്നെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ് പിശാച് നിന്നെ വെല്ലുവിളിച്ചുവെങ്കിൽ മനസ്സിലാക്കണം, ഒതുക്കമില്ലാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി, പരിധിയില്ലാത്ത മണ്ഡലത്തിന് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ 2018 വരെ എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം എനിക്ക് നിന്നെ നോക്കി വിളിച്ചു പറയാനുള്ള പ്രവചന ദൂതാണ്. യു ആർ അണ്ടർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗാഡ്. നീ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗ്രീൻ റൂമിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗ്രീൻ റൂമിലാണ്. എത്ര പേർ ആമേൻ പറയുന്നു? ഇങ്ങനെ അല്ല മക്കളെ ഇരിക്കേണ്ട മീറ്റിങ്ങിന്. പരിശുദ്ധാത്മാവിൻ്റെ ഒരുക്കത്തിൻ്റെ മുറിയിലാണ് നീ ആയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആണ്ട് നന്നായി ഒരു ഹൈഫൈ കൊടുത്ത്, ആ ഹൈഫൈ കൊടുക്കുമ്പോൾ ലക്ഷ്യം തെറ്റൽ. ഉറങ്ങിയിരിക്കുന്നവർ ഹൈഫൈ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത് അടുത്തവൻ്റെ മൂക്കിലായി പോകല്ല. എന്നിട്ട് ഹോളി സ്പിരിറ്റ് കുംഫു എന്നോ ഹോളി സ്പിരിറ്റ് കരാട്ടെ എന്നൊന്നും പറയല്ല. സ്തോത്രം. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ണ് തുറന്ന് അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്ത് പറ, ദൈവം നമ്മെ ഒരുക്കുകയാണ്. പറഞ്ഞോട്ടെ, ദൈവം നമ്മെ ഒരുക്കുകയാണ്. He's preparing me. ദൈവം എന്നെ ഒരുക്കുകയാണ്. എൻ്റെ അപ്പൻ അറിയത്തില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എൻ്റെ സഭയ്ക്ക് അറിയത്തില്ല, എൻ്റെ പാസ്റ്റർക്ക് അറിയത്തില്ല, ഈവൻ എനിക്ക് പോലും അറിയത്തില്ല. അവൻ എന്നെ ഒരുക്കുകയാണ്. എൻ്റെ സെക്കൻഡ് ചാപ്റ്ററിന് വേണ്ടി, എൻ്റെ അടുത്ത ടേമിന് വേണ്ടി എൻ്റെ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതാണ് ഏലിയാവിൻ്റെ അനോയിന്റിങ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മെശിഹ ഈ ലോകത്ത് കടന്നു വരുന്നതിന് മുമ്പ്, ടു പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്, ദൈവത്തിന് വഴി ഒരുക്കുവാൻ ഒരു ഹോളി ഗോസ്റ്റ് ബുൾഡൗസറായി, ഒരു ഹോളി സ്പിരിറ്റ് ബുൾഡൗസറായി ഇടർച്ചകളെ മാറ്റാൻ, തടസ്സങ്ങളെ നീർക്കുവാൻ, ഹല്ലേലൂയ, തടങ്കൽ പാറകളെ ഇടിച്ചു കളയുവാൻ, സ്തോത്രം, വളഞ്ഞതിനെ നേരെയാക്കുവാൻ ഒരു ഏലിയാവിൻ്റെ ആത്മാവുള്ള ഒരു യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു. യെസ്, എസ്കറ്റോളജിക്കലായി, സ്തോത്രം, പ്രൊഫറ്റിക്കലായി, പ്രവചന ദൂതായി അന്ത്യകാലത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. സ്തോത്രം. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പ് ഒരു ഏലിയാവ് വന്നെങ്കിൽ ഒരിക്കൽ കൂടെ തമ്പുരാൻ ഏലിയാവിൻ്റെ ആത്മാവിനെ തൻ്റെ സഭയിലേക്ക് ഈ തലമുറയിൽ അദ്ദേഹത്തെ പകരുകയാണ്. ഈ തലമുറയിൽ ഏലിയാവിൻ്റെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ദൈവം തലമുറകളിൽ പകരുകയാണ്. ഈ തലമുറയിൽ പകരുകയാണ്. അതാണ് ഈ തലമുറ. അതാണ് ഈ സ്തോത്രം തലമുറയുടെ പ്രത്യേകത. ഈ തലമുറ ലോകത്തിന്റെ ചാരമല്ല സ്തോത്രം ചുമക്കുന്നത്, പകരം സ്വർഗത്തിന്റെ തീയാണ് ഈ തലമുറ ദൈവത്തിന്റെ കൃപയാൽ ചുമക്കുവാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ വാ തുറക്കണം. ഇൻ ജീസസ് നെയിം. തീയുള്ളവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നീ ചുമക്കുന്നത് അപ്പന്റെ ഭൂതവും അമ്മയുടെ ശാപവും കുടുംബക്കാരന്റെ ദോഷവും അല്ല, പകരം യേശുവിന്റെ നാമത്തിൽ ഫയർ, ദൈവത്തിന്റെ തീ നീ ചുമക്കുവാൻ പോകുന്നു. എവിടെയാണോ നീ കാല് വെച്ച് നിൽക്കുന്നത് അവിടെ ദുർഭൂതങ്ങൾ വിറയ്ക്കും, അവിടെ പൂജാരിമാരുടെ ഉറക്കം കെടും, അവിടെ മുള്ളമാർ സ്തോത്രം അത് ഞെട്ടും. കാരണം യേശുവിന്റെ നാമത്തിൽ not an ordinary Sunday anointing but to shake the gates of the hell. ജയിലിന്റെ സ്തോത്രം, അതായത് നരകത്തിന്റെ ചേംബറുകളെ തകർക്കുന്ന, സ്വർഗത്തിന്റെ ഖജനാവുകളെ നിറയ്ക്കുന്ന, ഞാൻ ഒരിക്കൽ കൂടെ പറയുക, നരകത്തിന്റെ ചേംബറുകളെ തകർക്കുന്ന, സ്വർഗത്തിന്റെ ഖജനാവുകളെ നിറയ്ക്കുന്ന ഒരു ഏലിയാവിന്റെ അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ അയക്കുകയാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നവർ, തിരിച്ചറിയുന്നവർ ഇന്ന് പകൽക്കാലം നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ.
കുനിഞ്ഞിരിക്കരുത്, നിവർന്നിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആരുടെ മുമ്പിലും കുനിയല്ല. ഏതാണ്ടുള്ളതുപോലെ നിയോഗമുള്ളതെല്ലാം നേരെ നിവർന്നിരുന്നാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രശ്നം ആർക്കാ ഇല്ലാത്തത്? ഇതെല്ലാം തീർന്നിട്ട് വേണം ബ്രദറെ എനിക്കൊന്ന് മീൻ പിടിക്കാൻ പോകാൻ എന്ന് പറഞ്ഞ് സ്തോത്രം കരയിൽ ആരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ ഈ തിരമാല തീരത്തില്ല. ആ തിരമാല ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് സ്വിമ്മിംഗ് പൂൾ മിനിസ്ട്രി അല്ല, ഇത് മഹാസമുദ്രത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ആ തിരമാല അവിടെ കിടക്ക്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസമുള്ളവൻ സ്തോത്രം ശാസിക്കേണ്ടതിന് ശാസിക്കും, നീക്കേണ്ടത് നീക്കും, മുന്നോട്ട് പോകും. ഏലിയാവ് സ്തോത്രം, ഏലിയാവിനെ ഞാൻ വീണ്ടും അയക്കും. ഈ തലമുറയുടെ ഈ അന്ത്യകാല ദൈവസഭയുടെ പ്രത്യേകത ഉള്ളതാണ്, എൻഡ് ടൈം ചർച്ചിൻ്റെ പ്രത്യേകത ഉള്ളതാണ്. അന്ത്യകാലത്തിൻ്റെ സഭ സ്തോത്രം ഏലിയാവിൻ്റെ തീയോടെ ചലിക്കും. ഏലിയാവിൻ്റെ ഓട്ടം സഭയ്ക്കുണ്ടായിരിക്കും, ഏലിയാവിൻ്റെ തീ ഉണ്ടായിരിക്കും, ഏലിയാവിൻ്റെ ദൂതുണ്ടായിരിക്കും. പല പ്രത്യേകത നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അന്ത്യകാലത്തിൻ്റെ സഭയുടെ പ്രത്യേകത ലോങ് ലെന്തി മെസ്സേജ് ഒന്നും ആയിരിക്കത്തില്ല. Unless I say let there be no rain or dew, ഒറ്റ വാക്ക് അവൻ പറയുമ്പോൾ രാജ്യം മാറുന്നതായ അഭിഷേകം അന്ത്യകാല സഭയുടെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. അന്ത്യകാല സഭയുടെ പ്രത്യേകതയാണ് ലോകത്തിന്റെ ശാപത്തിന്റെ സാത്താന്റെ സകല തേരോട്ടങ്ങൾക്ക് മുൻപിൽ ഓടുന്നതാണ് ദൈവത്തിന്റെ സഭ. സഭയെ കാണാനോ പിശാചിൻ്റെ സ്തോത്രം രഥത്തിന് പിന്നിലല്ല നീ നോക്കേണ്ടത്, രഥത്തിൻ്റെ മുൻപിലായിരിക്കും. ലോകത്തിൻ്റെ പിൻപിലല്ല, ലോകത്തിൻ്റെ പിൻപിൽ ഓടുന്നതല്ല ദൈവസഭ. ദൈവസഭ ലോകത്തിൻ്റെ മുൻപിൽ ഓടുന്നതാണ്. ലോകം സഭയുടെ പിന്നാലെ വരട്ടെ. കാരണം ലോകത്തിനില്ലാത്തത്, UDF-നില്ലാത്തത്, LDF-നില്ലാത്തത്, ടെക്നോ പാർക്കിനില്ലാത്തത് അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സഭയ്ക്ക് കർത്താവ് ദൈവത്തിൻ്റെ കൃപകൾ നൽകുവാൻ വേണ്ടി പോകുന്നു. രഥങ്ങൾക്ക് മുൻപായി ഓടുന്നതാണ് ദൈവസഭ. ഹല്ലേലൂയ. ഓപ്പൺ കോൺഫ്രണ്ടേഷനിൽ സ്തോത്രം തുറസായ സ്ഥലത്ത് പബ്ലിക് പ്ലേസസിൽ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് ഏലിയാവിനെ പോലെ തീയിറക്കി വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ സഭ. ഞാനിന്ന് പകൽ പറയുന്നത് ഏതോ കുഞ്ഞുകളിയല്ല ഞാൻ പറയുന്നത്. റിയലി സോറി. ഹല്ലേലൂയ. ഓപ്പൺ പ്ലേസസിൽ പൂജാരിമാരുടെ മന്ത്രവാദിയുടെ മുൻപിൽ സ്തോത്രം നീ ശൂലം കുത്തുക, നീ ശരീരം ദണ്ഡിപ്പിക്കുക, നിനക്ക് കഴിയാത്തത് പ്രത്യക്ഷമായി ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്ത് കാണിപ്പാൻ വേണ്ടി സ്തോത്രം സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവനാണ് ഏലിയാവ്. ഏലിയാവിനെ ഞാൻ അയക്കും, ഏലിയാവിനെ ഞാൻ അയക്കും. എന്തിനാണ് ഏലിയാവിനെ ഞാൻ അയക്കുന്നത്? ഏലിയാവിന് വന്നിട്ടൊരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ഏലിയാവ് വന്ന് ചെയ്യേണ്ടതായ ശുശ്രൂഷ രണ്ടറ്റത്ത് കിടക്കുന്നതായ രണ്ട് സ്തോത്രം അതേ തലമുറകളുണ്ട്. സാത്താൻ രണ്ടറ്റത്തേക്ക് രണ്ടെണ്ണത്തിന് ചിതറിപ്പിക്കുന്നു. ആരൊക്കെ ചിതറിപ്പിക്കുന്നു? ഒന്ന് പിതാവിനെയും മറ്റൊന്ന് മക്കളെയും. പിതാവിനെയും മക്കളെയും രണ്ടറ്റത്തേക്ക് ചിതറിപ്പിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾ ഒരു തട്ടിലാണ്, മക്കൾ വേറൊരു തട്ടിലാണ്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കാമെന്ന് പറയും, പിള്ളേര് ഫോണിലായിരിക്കും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കാമെന്ന് പറയും, പിള്ളേര് TV-യിലായിരിക്കും. മാതാപിതാക്കൾ ബൈബിൾ വായിക്കാൻ പറയും, പിള്ളേര് ഉറക്കമായിരിക്കും. സ്തോത്രം. രണ്ടറ്റത്ത് കിടക്കുന്ന, രണ്ടറ്റത്ത് ഒരിക്കലും യോജിപ്പാൻ കഴിയാതെ രണ്ടറ്റത്ത് സാത്താൻ ചിതറിപ്പിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ലോകത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചിത്രം എന്ന് പറയുന്നത്, ലോകത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ചിത്രം, ബ്യൂട്ടിഫുൾ ചിത്രം എന്ന് പറയുന്നത് ഐഫൽ ടവർ അല്ല, താജ്മഹൽ അല്ല. ലോകത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ചിത്രം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൽ കാണുന്നതായ ആൽപ്സ് പർവ്വതത്തിന്റെ നിരകൾ അല്ല, അല്ലെങ്കിൽ കാശ്മീർ താഴ്വരയല്ല. ലോകത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് അപ്പനും മക്കളും ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരേ പാഷനിൽ, ഒരേ വിഷനിൽ സ്തോത്രം അപ്പനും മക്കളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ചിത്രം. എനിക്ക് തോന്നുന്നു ആശീർവാദം പറഞ്ഞ് വിടാം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്കൊരു ഫാമിലി ഫോട്ടോയാണ് തരുന്നത്. സ്തോത്രം. 3 പേരെ തൊട്ട് പറ, അതെൻ്റെ കുടുംബ ഫോട്ടോയാണ്. പറഞ്ഞാട്ടെ. അതെ, നോക്കണമേ, അതെൻ്റെ കുടുംബ ചിത്രമാണ്, അതെൻ്റെ കുടുംബ ചിത്രമാണ്. എൻ്റെ അപ്പൻ പ്രവചിക്കുന്നു ഞാൻ ലോകത്തിൽ മാറിപ്പോയി എന്നല്ല. എൻ്റെ അപ്പൻ സുവിശേഷ വില ചെയ്യുന്നു ഞാൻ പാപത്തിലേക്ക് വഴുതി വീണു എന്നല്ല. ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി പോകുന്നു. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നീ പറയും, എൻ്റെ അപ്പൻ ബാറിലാണ്, എൻ്റെ അപ്പൻ പബ്ബിലാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ പരസ്ത്രീ ബന്ധത്തിലാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയും, എൻ്റെ മക്കൾ ദൈവകൃപയിലല്ല, സ്നാനപ്പെട്ടിട്ട് പിന്മാറ്റത്തിലാണ്, അല്ലെങ്കിൽ ഇതുവരെ സഭയിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം, അതേ
മാതാവേ, പിതാവേ, നിന്നെ തൊട്ട ദൈവം നിന്റെ മക്കളെയും തൊടുവാൻ വേണ്ടി പോകുന്നു. Yes, hallelujah, hallelujah, hallelujah. നിന്നെ വിടുവിച്ച ദൈവം നിന്റെ മാതാപിതാക്കളെയും വിടുവിപ്പാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ കൈയടിക്കുന്ന സ്വരത്തെക്കാൾ നിന്റെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി വിളിച്ചു പറ, കുടുംബചിത്ര. ഒന്ന് പറഞ്ഞാട്ടെ, കുടുംബചിത്ര. 2 തലമുറ ഒരുമിച്ച് നിൽക്കുന്നതാണ് കുടുംബചിത്ര. കാരണം 2 തലമുറ ഒരുമിച്ച് നിൽക്കുന്നത്, that's a heart desire. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ അഭിലാഷമാണ്, ദൈവത്തിന്റെ ആവശ്യമാണ്, ദൈവത്തിന്റെ വിഷനാണ്, ദൈവത്തിന്റെ ആവശ്യമാണ്. കാരണം 2 തലമുറ ഒരുമിച്ചൊന്നും നിന്ന് നോക്ക്, അവിടെ ഒരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കുക. അതൊരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അത് മോശയും യോശുവ ആണെങ്കിലും 2 തലമുറ ഒരുമിച്ച് നിന്നപ്പോൾ മരുഭൂമിയിൽ സ്വർഗം ഇതാ തുറന്നു കിടക്കുകയാണ്. സ്തോത്രം. അതെ, വീണ്ടും നാളുകൾ മുന്നോട്ട് പോയി ഏലീശായും ഏലിയാവാണെങ്കിലും 2 തലമുറ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെട്ട് അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും ഇറങ്ങി വരികയാണ്. തിരുവനന്തപുരം പട്ടണത്തിന്റെ മുകളിൽ ദുർഭൂതങ്ങളല്ല താവളമായി ഇറങ്ങേണ്ടത്, പകരം അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങള് തെക്ക് തുടങ്ങി വടക്ക് വരെയും കിഴക്ക് തുടങ്ങി പടിഞ്ഞാറ് വരെയും യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ ചലിക്കട്ടെ. ഈ തലമുറയിൽ let the 2 generations stand together. 2 തലമുറ ഒരുമിച്ച് നിൽക്കട്ടെ. വീണ്ടും സഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പൗലോസും തീമോത്തിയോസ് ആണെങ്കിലും സ്തോത്രം 2 തലമുറ ഒരുമിച്ച് നിന്ന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യത്തിൽ യോഹന്നാൻ സ്നാപകനും കർത്താവ് യേശുവും ഒരുമിച്ച് നിന്നപ്പോൾ then the heaven torn open, സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇന്ന് വൈകിട്ട് എൻ്റെ പ്രാർത്ഥന ഇതാണ്, നീ സഭായോഗത്തിന് വന്നതുപോലെയല്ല, നീ തിരിച്ചു പോയി നിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ, നിന്റെ എൻട്രൻസിലൂടെ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നീ തിരിച്ചറിയണം, അയ്യോ ഞങ്ങൾ വിട്ടിട്ട് പോയ വീടല്ല ഇത്, വീടിന്റെ സ്ഥിതി മാറി. ഐ ഫീൽ an open heaven in this particular home. ഈ വീട്ടിൽ ഇതാ ഒരു തുറന്ന സ്വർഗം ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അപ്പൻ ദൈവകൃപയിലല്ല, അല്ലെങ്കിൽ സ്തോത്രം മക്കൾ ദൈവകൃപയിലല്ല എന്ന് പറഞ്ഞ് ആരും ഭാരപ്പെടല്ല, ആരും വേദനിക്കല്ല. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നീ രക്ഷിക്കപ്പെടുമെന്ന് നീ വിചാരിച്ചില്ല, നീ ദൈവവേദനാകുമെന്ന് നീ വിചാരിച്ചില്ല. നിന്നെ തൊട്ടവനായ ദൈവം സ്തോത്രം അവരെയും തൊടുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. അവർ നിന്നെ ഹേർട്ട് ചെയ്തിരിക്കും, ഐ അഗ്രി. അവർ നിന്നെ വേദനിപ്പിച്ചിരിക്കും, അവർ നിന്നെ ശപിച്ചു കാണും, അവർ നിന്നെ സ്തോത്രം പഴിച്ചു കാണും, ദുഷിച്ചു കാണും. ഇന്നും നിനക്ക് അർഹതയുള്ളതായ പലതും അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയായിരിക്കാം. ഡോണ്ട് വറി. സ്തോത്രം. ഈ ഭൂമിയിലെ അപ്പൻ നിനക്കെതിരെ വാടക്കോരിയാലും there is a perfect heavenly father in heaven. അവൻ സകലതും ഓർക്കസ്ട്രേറ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം 2 കരങ്ങളെ ഉയർത്തി, come on please, മുട്ടായി മേടിച്ചു തരാം മക്കളെ. 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഓപ്പൺ ഹെവൻ അതുണ്ടായേ പറ്റത്തുള്ളൂ. പക്ഷെ അതിനെതിരെ നിൽക്കുന്നതായ ഒരു വിഷയമുണ്ട്, അതിനെതിരെ നിൽക്കുന്ന ഒരു സ്പിരിച്വൽ വാറുണ്ട്, അതിനെതിരെ നിൽക്കുന്ന ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. സ്തോത്രം. അത് അമ്മയല്ല, അപ്പനും മക്കൾക്കും എതിരെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അപ്പം പിള്ളേരെ അടിക്കാനായിട്ട് വടിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ചാടി വീണ, അയ്യോ തൊട്ടു പോകല്ല, ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്, താൻ വന്നപ്പോൾ സ്തോത്രം ഇതിനെ കൊണ്ടാണോ വന്നത് എന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പിന്നെ ആ പിള്ളേർ തൊലഞ്ഞു പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട. എന്തൊരു ശാന്തത കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ ആ കുഞ്ഞിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സ്തോത്രം വടിയെടുക്കുമ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ശബ്ദം. അയ്യോ, വേദപുസ്തകത്തിൻ്റെ ഇന്നത്തെ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ത്രീ സത്വം, അതിൻ്റെ പേരാണ് ഇസബേൽ. അയ്യോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇനി സഹോദരിമാർ ഓർ ആൻറ്റിമാർ ഒരു മമ്മിമാർ ഒരു അമ്മമാർ. പക്ഷേ ഇത് സ്പിരിറ്റാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ പദ്ധതിയുമായി അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദേശങ്ങൾക്ക് അനുഗ്രഹമായി, ജാതികൾക്ക് വിടുതലായി, വംശങ്ങൾക്ക് ശോഭയായി, ആ ജോലിയായി, ആ പ്രത്യേക പദ്ധതിയുമായി തമ്പുരാൻ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വരുമ്പോൾ, നിനക്കും സ്വർഗത്തിലെ അപ്പനും ഇടയ്ക്കിറങ്ങി നിൽക്കുന്ന ഒരു ഇസബേലി ആത്മാവ്,
എൻ്റെ ദൈവം സ്തോത്രം അത് മുന്നമേ കണ്ടു. എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിപ്പാൻ, എൻ്റെ മക്കളെ ഞാൻ നിറയ്ക്കാൻ, എൻ്റെ മക്കളെ ഞാൻ കെട്ടി അടച്ച നല്ല ഒരു മുന്തിരി തോട്ടമാക്കി ഫലവത്തായ കുന്നിന്മേൽ എൻ്റെ മക്കളെ ഞാൻ നടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ മക്കളെ ഞാൻ പരിപാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ തടസ്സമായി ഇറങ്ങി നിൽക്കുന്ന മുന്തിരിത്തോട്ടങ്ങളെ, ഈ ഫ്രണ്ട് റോ മുതലുള്ള മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കുവാൻ, മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കാൻ, ഇതിൻ്റെ ക്വാളിറ്റിയെ തകർക്കുവാൻ ഒരു ഇസബേലെ വ്യാപാരം സ്തോത്രം തലപൊക്കി എഴുന്നേൽക്കുക. എൻ്റെയും നിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കാൻ, ഓ ഗ്ലോറി ഹല്ലേലൂയ, ക്വാളിറ്റിയെ കുറയ്ക്കാൻ നമ്മുടെ ഏറ്റവും വലിയ ഗതികേട് എന്തെന്നറിയോ? നമ്മൾ പലപ്പോഴും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് പറയുന്നത്. പെന്തിക്കോസുകാരോട് ചോദിച്ചാൽ അവർക്ക് 10,000 നാവാണ്. അവർ ഇപ്രകാരം പറയും, പണ്ട് സാറപ്പച്ചൻ്റെ കാലത്താണ് ഉണർവ്, പി ഡി ജോൺസൻ്റെ കാലത്താണ് ഉണർവ്, സി കെ ഡാനിയലിൻ്റെ കാലത്താണ് ഉണർവ്, അപ്പച്ചൻ്റെ കാലത്താണ് ഉണർവുണ്ടായിരുന്നു എന്ന് പലപ്പോഴും റീത്ത് വയ്ക്കുന്നവരാണ് പല ദൈവമക്കൾ. എന്നാൽ സ്തോത്രം കർത്തം അന്ന് ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഇന്ന് ക്വാളിറ്റി കുറഞ്ഞു പോയി. പക്ഷെ ഇന്ന് പകൽക്കാലം ചിലതെങ്കിലും സടകുടഞ്ഞെഴുന്നേറ്റ് പറയട്ടെ, അന്നത്തെ ബലം ഇന്നുമുണ്ട്, അന്നത്തെ ആരോഗ്യം ഇന്നുമുണ്ട്, അന്നത്തെ അഭിഷേകം ഇന്നുമുണ്ട്, അന്നത്തെ രോഗശാന്തി ഇന്നുമുണ്ട്, അന്നത്തെ ശക്തി ഇന്നുമുണ്ട്, അന്നത്തെ വിടുതൽ ഇന്നുമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ക്വാളിറ്റി കുറയല്ലേ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ക്വാളിറ്റി കുറയല്ലേ. ചർച്ച് ക്വാണ്ടിറ്റിയുടെ കലവറയല്ല, ക്വാളിറ്റിയുടെ കലവറയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ മിണ്ടിയില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ചർച്ച് ക്വാണ്ടിറ്റിയുടെ കലവറയല്ല, ചർച്ച് ക്വാളിറ്റിയുടെ കലവറയാണ്. ഈ തലമുറ അനേകർ ജനത്തെ കൂട്ടാൻ വേണ്ടി ഓടുകയാണ്. എങ്ങനെ ജനത്തെ കൂട്ടാം? ഫേസ്ബുക്ക് വഴിയാണോ, വാട്സപ്പ് വഴിയാണോ? സ്തോത്രം മറ്റവന്റെ ചർച്ചിന്റെ വാതിൽ കൊണ്ടുവന്ന് വേറൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയാണോ ജനത്തെ കൂട്ടുന്നത്? തന്ത്രശാലികളെ, ജനത്തെ കൂട്ടുന്നതല്ല. സ്തോത്രം ക്വാണ്ടിറ്റി അല്ല എന്റെ ദൈവം ഇന്ന് പകൽ ചോദിക്കുന്നത്, ക്വാളിറ്റിയാണ് ദൈവം ചോദിക്കുന്നത്. ആ ക്വാളിറ്റിയെ കുറയ്ക്കുവാൻ സ്തോത്രം ഇസബേലിയ വ്യാപാരം നിന്റെ ക്വാളിറ്റിയെ, നിന്റെ പ്രാർത്ഥനയുടെ, നിന്റെ വിശുദ്ധിയുടെ, നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ കമ്മിറ്റ്മെന്റിന്റെ, ഗ്ലോറി, നിന്റെ അഭിഷേകത്തിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുവാൻ ഇസബേല് പുറപ്പെടുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, മക്കളെ ധൈര്യമായിരിക്കടാ, ഞാൻ മോശയുടെ വടിയല്ല, ഞാൻ ഗിദയോന്റെ കൊടമല്ല, പകരം ഞാൻ ഏലിയാവിന്റെ തീയെ ഞാൻ നിന്റെ മേൽ പകർന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്നും നിനക്കെതിരെ ഉയർന്നിരിക്കുന്നതായ സകല ഇസബേലിയ മണ്ഡലങ്ങളെ നീ പൊട്ടിക്കുവാൻ ഞാൻ നിന്നെ സ്പെഷ്യലി അനോയിന്റ് ചെയ്യുകയാണ്. കമോൺ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുവാൻ, നിന്നെ അംഗീകരിക്കാതെ നിന്റെ ഡിസ്ക്വാളിറ്റിയിലേക്ക്, സ്തോത്രം, അതെ, നിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുവാൻ ഇസബേലിയ വ്യാപാരങ്ങൾ സ്തോത്രം ഈ ദിവസങ്ങളിൽ തലപൊക്കുമ്പോൾ, ഈ വർഷത്തിന്റെ അവസാനത്തിന്റെ ദൈവം പറയുന്നു, യു നീഡ് എ സ്പെഷ്യൽ ഫയർ, ഒരു പ്രത്യേക അഗ്നി അഭിഷേകം, ഒരു പുതിയൊരു അഗ്നിയുടെ സ്പർശനം ഈ വർഷത്തിന്റെ അവസാനത്തെ നിനക്ക് ആവശ്യം. നിന്റെ ചാരത്തെ ഞാൻ മാറ്റും, ഞാൻ നിന്റെ മേൽ ഊതുകയാണ്, ഞാൻ നിന്റെ മേൽ ഊതി നിന്റെ ചാരത്തെ ഞാൻ മാറ്റിയിട്ട് മങ്ങിക്കത്തുന്ന നിന്നെ ഞാൻ ആളി കത്തിക്കുന്നവനാക്കുവാൻ വേണ്ടി പോകുന്നു. യെസ്, ഈ ഇസബേലിന്റെ നിന്റെ അഭിഷേകം ഓടിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ നിയോഗം ഏറ്റെടുത്താട്ടെ, അഭിഷേകത്തിൽ നിറഞ്ഞാട്ടെ, വോളിയം കൂട്ടി അന്യഭാഷ പറഞ്ഞാട്ടെ, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ, കൊടയേണ്ടതിനെ കൊടഞ്ഞു കളഞ്ഞാട്ടെ. ഇൻ ജീസസ് നെയിം ഒരു ഏലിയാവിന്റെ പകർച്ച നിന്റെ വീട്ടിൽ വെളിപ്പെടുന്നു, നിന്റെ റിലേഷൻഷിപ്പിൽ വെളിപ്പെടുന്നു, towards your father and towards your mother and towards your children. And in the name of Jesus, let me pronounce and proclaim and prophesy in Jesus' name, every walls of separation is going to be dismantled in the mighty name of Jesus. സകല വേർപാടിനും നടിച്ചുവരും ഇടിഞ്ഞു കളഞ്ഞ്, സകല വേർപാടിനും നടിച്ചുവരുകളും ഇടിഞ്ഞു കളഞ്ഞ് ഏലിയാവിനെ ഈ അഭിഷേകം
യേശുവിന്റെ നാമത്തിൽ ഏലിയാവിന്റെ അഭിഷേകം ഇറങ്ങി വന്ന് ഈ മതിലിനെ ഇടിച്ചു കളഞ്ഞ് അപ്പനെയും മക്കളെയും ഒന്നാക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഏലിയാവിന്റെ തീയുള്ള എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. 5 വയസ്സായിരിക്കാം, നിനക്ക് 6 ആയിരിക്കാം, നിനക്ക് 18 ആയിരിക്കാം, നിനക്ക് 27 ആയിരിക്കാം. ശബ്ദമുള്ള എല്ലാവരും 2 കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞോട്ടെ. കാരണം ഏലിയാവിന്റെ അഭിഷേകമുള്ളവൻ പറയും, ഇസബേലിന്റെ പെർഫോമൻസ് അല്ല ഇത്, ഇസബേലിന്റെ പെർഫോമൻസ് അല്ല ഇത്, ഇസബേലിന്റെ വശീകരണമല്ല, ഇസബേലിന്റെ വശീകരണമല്ല. ഞാൻ എന്നിലേക്കല്ല ഈ ജനത്തെ ആകർഷിക്കുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുവിങ്കിലേക്കാണ് ജനത്തെ ആകർഷിക്കുന്നത്. ഞാൻ എന്നിലേക്ക് ആകർഷിക്കുമ്പോൾ അത് സെഡക്ഷൻ ആണ്, അത് സെഡ്യൂസിങ് ആണ്, അത് വശീകരണമാണ്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ തങ്ങളിലേക്ക് ജനത്തെ ആകർഷിക്കുന്ന, തങ്ങളിലേക്ക് ജനത്തെ ആകർഷിപ്പിക്കുന്ന സകല ഇസബേലി ആത്മാവേ, I rebuke you and I resist you, I bind you and I cast you out from this congregation in the mighty name of Jesus. സകല ഇസബേലി വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ നിന്നെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോയ യേശുവിന്റെ നാമത്തിൽ. കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തണുത്തിരിക്കുന്ന എല്ലാ മേഖലകളും തീ വീഴട്ടെ. തണുത്ത വ്യക്തികളുടെ മേൽ തീ വീഴട്ടെ, തണുത്ത വ്യക്തികളുടെ മേൽ തീ വീഴട്ടെ. ആ ഭൂതങ്ങൾ അലറി പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദുർഭൂതങ്ങൾ അലറി പുറത്തു പോകട്ടെ. തണുത്തിരിക്കുന്ന സകല മണ്ഡലങ്ങളിൽ ചിന്തകളിൽ ദൈവത്തിന്റെ തീ, ലിക്വിഡ് ഫയർ, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ. ഈ ജീസസിനെ കരങ്ങളെ അടിച്ച് വായി തുറന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ദൈവത്തെ ആരാധിക്കുക. മുന്തിരിത്തോട്ടം, വിദ്യാഭ്യാസങ്ങൾ മുന്തിരിത്തോട്ടം, ഭാവികൾ മുന്തിരിത്തോട്ടം, ഹാലറി അഡ്മിഷൻ മുന്തിരിത്തോട്ടം, ശുശ്രൂഷ മുന്തിരിത്തോട്ടം, കുടുംബ ജീവിതം മുന്തിരിത്തോട്ടം, നടക്കാൻ പോകുന്ന വിവാഹങ്ങൾ മുന്തിരിത്തോട്ടം, മുന്തിരിത്തോട്ടം, മുന്തിരിത്തോട്ടം. ഇതിനകത്ത് ചീരത്തോട്ടങ്ങൾ ഇല്ല. I cover these people under the blood of Jesus, under the blood of Jesus, under the blood of Jesus, under the blood of Jesus. Devil, the blood of Jesus is against you. ശത്രുവേ, യേശുവിന്റെ രക്തം നിനക്കെതിരാണ്. ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്മേൽ യേശുവിന്റെ രക്തം. എല്ലാ ഇസബേലിയ മണ്ഡലങ്ങൾ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. എല്ലാ വീടുകളിൽ നിന്ന് പുറത്തു വാ, എല്ലാ ജീവിതങ്ങളിൽ നിന്ന് പുറത്തു വാ. I cast you out, devil, in Jesus name. യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. മുഖങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ ഉടയട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. മുന്തിരിത്തോട്ടം, ശരീരമണ്ഡലങ്ങൾ മുന്തിരിത്തോട്ടം, ഗർഭപാത്രങ്ങൾ മുന്തിരിത്തോട്ടം, ബുദ്ധികൾ മുന്തിരിത്തോട്ടം, കണ്ണ് മുന്തിരിത്തോട്ടം, ജീവിതത്തിന്റെ സകല കാര്യാദികൾ മുന്തിരിത്തോട്ടം. യോ ബാരനസിനെ ശാസിക്കുന്നു. ഓ ഹല്ലേലൂയ, ഗർഭഛിദ്രത്തെ ശാസിക്കുന്നു. ഗർഭഛിദ്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ ഗർഭപാത്രങ്ങൾക്ക് ബലമില്ലാത്ത അവസ്ഥകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശരീരത്തിന്റെ വളർച്ച കുറവുകളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. ബുദ്ധിയുടെ വളർച്ച കുറവുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇതൊന്നും ചീരത്തോട്ടമല്ല, ഇതെല്ലാം മുന്തിരിത്തോട്ടമാണ്. 5 പേരെ തൊട്ട് പറ, നമ്മൾ മുന്തിരിത്തോട്ടമാണ്. പറഞ്ഞോട്ടെ, നമ്മൾ മുന്തിരിത്തോട്ടമാണ്, നമ്മൾ മുന്തിരിത്തോട്ടമാണ്. പറ പറ, മോത്തോക്കി പറ മക്കളെ. വാ തുറന്ന് പറ, വാ തുറന്ന് പറ. ധൈര്യമായി പറ, ധൈര്യമായി പറ, ധൈര്യമായി പറ. നാണം കുടിക്ക് പറയല്ല, ധൈര്യമായി പറ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം, എൻ്റെ അവയവങ്ങൾ, എൻ്റെ ബുദ്ധി, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, എൻ്റെ ടീച്ചിങ് എബിലിറ്റി, എൻ്റെ ഡ്രോയിങ് എബിലിറ്റി, എൻ്റെ സ്പീക്കിംഗ് എബിലിറ്റി, സകലതും മുന്തിരിത്തോട്ടമാണ്. അത് ഡിസ്ക്വാളിഫൈ അല്ല. ഒരു ടീച്ചറിന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി നീ നീ എന്ന് പറയാൻ കഴിയത്തില്ല. നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സകല വിരലുകളെ തമ്പുരാൻ മടക്കുകയാണ്. കാരണം നിന്നെ അവൻ മഹത്വത്തിൽ മറക്കുകയാണ്. ഓ ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ ഇതൊന്നും ചീരത്തോട്ടങ്ങൾ അല്ല, ഇത് സകലത്തും
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒരു അങ്കിളും നിന്റെ നേരെ വിരൽ ചൂണ്ടത്തില്ല മകളെ, ഒരു ആൻറ്റിയും വിരൽ ചൂണ്ടത്തില്ല. ആർക്കും നിന്റെ കുറവുകളെ കാണുവാൻ കഴിയത്തില്ല. അവൻ നിറച്ച് നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുകയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞോട്ടെ. എല്ലാ മുന്തിരി തോട്ടങ്ങളും പറഞ്ഞോട്ടെ ആമേൻ. അയ്യോ അങ്ങനെയല്ല, നല്ലൊരു ആമേൻ പറഞ്ഞോട്ടെ ആമേൻ. റെഡി റെഡി 1 2 3 ആമേൻ. बोलो यीशु प्रभु के. ഞാൻ ഏലിയാവിനെ അയക്കുക. അഭിഷേകത്തിന് മുമ്പിൽ പൊട്ടാത്ത ഭൂതമുണ്ടോ? ഓടാത്ത ചെകുത്താനുണ്ടോ? നിനക്ക് പ്രശ്നമുണ്ടോ? ഞാൻ ഏലിയാവിനെ അയക്ക. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ വന്നു. സ്തോത്രം. ഞാൻ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോട്ടെ. എന്നെ പിതാവായ ദൈവത്തിൻ്റെ എൽ ഷദായിയുടെ ഹൃദയമാണ്, എൽ ഏലിയോന്റെ ഹൃദയമാണ്, അഡോനായുടെ ഹൃദയമാണ്. യഹോവ ഈരെ, യഹോവ ഷാമ, യഹോവ റോഹി, യഹോവ ഷാലോം അവന്റെ ഹൃദയമാണ്. ഓരോ ദിവസവും പബ്ലിക് മിനിസ്ട്രിയിൽ വെളിപ്പെട്ടത്. 38 വർഷം സ്വസ്ഥത എന്താണെന്നറിയാതെ ഒരുത്തൻ കിടക്കുക. 38 വർഷം കുളക്കരയിൽ കിടക്കുക, തുരുമ്പ് പിടിച്ച് കിടക്കുക. അയ്യോ, മറ്റുള്ളവൻ്റെ വിടുതൽ കാണാനേ എനിക്ക് യോഗമുള്ളൂ, മറ്റുള്ളവൻ്റെ അനുഗ്രഹം കാണാനേ എനിക്ക് യോഗമുള്ളൂ. ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഞാനിങ്ങനെയൊക്കെ അങ്ങ് പോവും. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവർ അഭിഷേകം പ്രാപിക്കും, മറ്റുള്ളവർ വിടുവിക്കപ്പെടും, മറ്റുള്ളവർ ഉയർത്തപ്പെടും. ഞാനിങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അസ്വസ്ഥതയിൽ കിടക്കുക. പക്ഷെ അന്ന് സ്വസ്ഥതയുടെ ദിവസമാണ്. കാരണം അതൊരു ശബദാണ്. ശബദെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ചിലരിയ്ക്കുന്നത് പോലെ സ്വസ്ഥമായി അവൻ ഇരുന്ന ദിവസമാണ്. സ്വസ്ഥമായി 38 വർഷം ഇവൻ അസ്വസ്ഥതയുടെ കിടക്കുക. യവൻ സ്തോത്രം അന്ന് സ്വസ്ഥതയുടെ ദിനം. അപ്പന് ഇഷ്ടമല്ല മക്കള് അസ്വസ്ഥരായിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സ്വസ്ഥതയുടെ അപ്പന് മക്കൾ അസ്വസ്ഥരായിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ നിന്റെ വീടിന്റെ പേരിനെ തമ്പുരാൻ മാറ്റുന്നു. അസ്വസ്ഥതയുടെ പുന്നവിള പുത്തൻ വീടല്ല, സ്വസ്ഥതയുടെ ഭവനമെന്ന് നിന്റെ ഭവനത്തിന് ദൈവം പുനർനാമകരണം ചെയ്യുകയാണ്. അസ്വസ്ഥതയുടെ വീടല്ല. അപ്പൻ അമ്മോൻ്റെ അടുക്കലേക്ക് പോയി പറഞ്ഞു, പിന്നെ ഇത്രയും കാലം ഈ കിടക്ക നിന്നെ താങ്ങി, നിന്നെ കിടത്തിക്കൊണ്ടിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇത്രയും കാലം കിടക്ക നിന്നെയല്ലേ താങ്ങിയത്, ഇനി ആ കിടക്കയ്ക്ക് നീ ഒരു താങ്ങ് കൊടുക്ക്. ഗെറ്റ് അപ്പ് യുവർ ബെഡ് ആൻഡ് വാക്ക്. അപ്പനതാ പള്ളി വന്നു. അപ്പം പള്ളി വന്നപ്പോഴേക്കും ഒരുത്തൻ്റെ കൈ വരണ്ടിരിക്കുക. വരുമാനത്തിൽ വരൾച്ചയുള്ള ഇന്ന് പകൽ കേൾക്കണം, പണത്തിൽ വരണ്ടിരിക്കുന്നവരിന്ന് പകൽ കേൾക്കണം. വരൾച്ചയുള്ളവനായി, ഓ മക്കളെ, നിനക്ക് ആ ബുദ്ധിമുട്ടാണല്ലോ, നിനക്ക് വരൾച്ചയാണല്ലോ, നിനക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല, നിനക്ക് പിള്ളേരുടെ വിവാഹം അൺതിങ്കബിളാണ്, നിനക്ക് പുതിയൊരു വീട് അൺതിങ്കബിളാണ്, നല്ല ജോലി നിനക്ക് അൺതിങ്കബിളാണ്, നിൻ്റെ കൈ വരണ്ടിരിക്കുകയാണ്. ഓ, അത് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പൻ്റെ ഹൃദയം അങ്ങ് ജ്വലിച്ചു. അപ്പന് ഇപ്രകാരം പറഞ്ഞു, നോക്ക്, സ്വർഗത്തിൽ ഒരു വരൾച്ചയുമില്ല, സ്വർഗത്തിൽ സകല നിറവത്രയുള്ളത്, അതുകൊണ്ട് നിന്റെ കൈ നീട്ട്. വരണ്ട കൈകൾ മുഴുവൻ ഇന്ന് പകൽക്കാലം നീട്ടപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ.
ആ രണ്ട് കരങ്ങൾ ഒന്ന് ഉയർത്തിയാട്ടെ, രണ്ട് കരങ്ങൾ ഉയർത്തിയാട്ടെ. ഈ കരങ്ങൾ സൗഖ്യമാകട്ടെ, ഈ കരങ്ങൾ സൗഖ്യമാകട്ടെ. പേഴ്സുകൾ സൗഖ്യമാകട്ടെ, അലമാരകൾ സൗഖ്യമാകട്ടെ, അക്കൗണ്ടുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരുടെയും മുൻപിൽ കൈ നീട്ടുന്ന കരങ്ങളായിട്ടല്ല, കടം വാങ്ങുന്ന കരങ്ങളായിട്ടല്ല, അങ്ങയുടെ കരുതൽ വെളിപ്പെടുന്ന കരങ്ങളാകട്ടെ. രണ്ട് കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഓരോ മിറക്കിലും ഓരോ അത്ഭുതത്തിലും പിതാവിൻ്റെ ഹൃദയമാണ് റിവീൽ ചെയ്യുന്നത്. ഒരു പെണ്ണിനെ ഇതാ എല്ലാവരും കൂടെ ചേർന്ന് ഓടിച്ചിട്ട് വരികയാ. ആ പെണ്ണിനെ ഓടിച്ചിട്ട് വരിക. അപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോളെ നാട്ടുകാരിത കല്ലും എടുത്ത് ഓടിക്കുകയാണ്. സ്തോത്രം. കല്ലും എടുത്ത് ഓടിക്കൊണ്ടുവന്ന് അവളെ ഓടിച്ചു കൊണ്ടുവന്ന് അവൻ്റെ പാദപീഠത്തിൽ ഇട്ടിട്ട് പറഞ്ഞു, നിന്റെ കൊച്ചിനെ ഞങ്ങൾ കല്ലെറിയട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ കല്ലെറിയട്ടോ. നാട്ടിൻ പുറത്ത്, ഇവിടെ എനിക്കറിയത്തില്ല, ഇവിടെ അങ്ങനെ കോഴിയില്ല, ഇവിടെ ചിക്കനേ ഉള്ളൂ, ഇവിടെ ചിക്കനേ ഉള്ളൂ. ഇവിടെ KFC ഉണ്ട്, ഇവിടെ എന്തോ ഈ പൊരിച്ച കോഴിയും മാവിലിങ്ങനെ പൊരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ സാധനം ചിക്കൻസോ. ഷെവായ് ചിക്കൻ അല്ലടാ, അത് നിൻ്റെ കാര്യം. നിനക്ക് ഇഷ്ടപ്പെട്ടതേ നിൻ്റെ വായി വരത്തുള്ളൂ. ഞാൻ ഒരു കടയുടെ ചോദ്യം വരച്ചോ, അവന് ഇഷ്ടപ്പെട്ട ചിക്കൻ്റെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. അതെ, ഈ നാട്ടിൻപുറത്തൊക്കെ സ്തോത്രം, ഈ കോഴിയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, കോഴിയും കുഞ്ഞുമായിട്ട് നടക്കുമ്പോൾ ധൈര്യമുള്ളവർ ഈ ക്രിസ്മസ് വെക്കേഷന് വലിയപ്പച്ചൻ്റെ വീട്ടിലും വലിയമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഓർത്തോളണം. സ്തോത്രം. കുഞ്ഞു കോഴിയെ, ഈ അടതെളിയാത്ത തള്ളക്കോഴി കൊണ്ട് നടക്കുമ്പോൾ, മക്കളെ ആ കുഞ്ഞു കോഴിയൊന്ന് തൊട്ട് നോക്കണേ, ആ കുഞ്ഞു കോഴിയൊന്ന് തൊട്ട് നോക്കണമേ. അവൾ നടന്നു വന്നല്ല, പറന്നു വന്ന്. അവസാനം ബാൻഡേജ് ഇട്ടിട്ട്, അങ്കിളുടെ വിശ്വാസത്തിന് കുറവുണ്ടെന്ന് പറഞ്ഞ് എന്നെ വന്ന് കാണാൻ നിൽക്കല്ലേ. അങ്കിളുടെ വിശ്വാസമല്ല, നീ ഡിസ്റ്റൻസ് പാലിക്കണം. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. കോഴിയല്ല, അവൻ യഹൂദ ഗോത്രത്തില്. നാട്ടുകാർ മുഴുവൻ അവളെ കുറവുള്ളതാ, അവൾക്ക് കുറവുണ്ട്. സ്തോത്രം. നിനക്ക് കുറവുണ്ട്, നിനക്ക് കുറ്റമുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് അവരെ കല്ലെറിയണം, കുറവുള്ളത് കൊണ്ട് കല്ലെറിയണം. സ്തോത്രം. അപ്പൻ പറഞ്ഞു ഓഹോ കല്ലെറിയണം അല്ലേ, എൻ്റെ കൊച്ചിനെ കല്ലെറിയണം അല്ലേ. ഒരു കാര്യം ചെയ്യും. സ്തോത്രം. നിങ്ങളിൽ കുറവില്ലാത്തവർ, നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയും. അവൻ നോക്കിയപ്പോൾ മറ്റുള്ളവരെ എറിവാൻ ഇവർക്ക് കല്ലാണുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലിരിക്കുന്ന ശുദ്ധമായ പാറയായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. ഈ മറ്റുള്ളവരെ കല്ലെറിയുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അവരെ കോറിയിലാണ് അവരുടെ ജീവിതം. കോറി മനസ്സിലായല്ലോ. അവർക്ക് വലിയ പാറകളിലാണ് അവരെ താമസം. സോ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് മറ്റുള്ളവരെ അവർ എറിയുന്നത്. അതുകൊണ്ട് എല്ലാ കോറികൾ ഹല്ലേലൂയ പറയാനൊന്നും ഞാൻ പറയുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. അതെ, നാട്ടുകാർ മുഴുവൻ കോറിയിൽ നിന്ന് പാറയെടുത്ത് കോറിയിൽ നിന്ന് കല്ലുകളെടുത്ത് ആ പെണ്ണിനെ എറിവാൻ വേണ്ടി നിന്നപ്പോൾ അപ്പൻ അവളെ വിട്ടുകൊടുത്തില്ല. ഇന്ന് പകൽക്കാലമുള്ളത് ദൂതിതാണ്. സമൂഹം മുഴുവൻ നിന്നെ പിച്ച് ചീന്തമെന്ന് പറഞ്ഞാലും അതിനെ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. ദ ഫാദർ heart of God. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഒറ്റന്ന് പറ, ചോദിക്കാനും പറയാനും ആളുണ്ട്. പറ, ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആളുണ്ട്. ദുരാത്മാവേ, അന്ധകാര ശക്തിയെ, ദുഷ്ട മനുഷ്യരെ, എന്നെ ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്നെ തൊട്ടാൽ, എനിക്ക് എന്തെങ്കിലും വന്നാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഞാൻ അനാഥനല്ല, Oh, I have a father in heaven. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് ശക്തിയോടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഇതാ അപ്പോസ്തലന്മാരെ നോക്കി പറഞ്ഞു, as my father sent me, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഇപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ചു. എങ്ങനെയാണ് അയച്ചത്? ഒഴിച്ചല്ല അയച്ചത്, നിറച്ചാണ് അയച്ചത്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. സ്തോത്രം. എന്നെ ഒഴിച്ചല്ല അയച്ചത്, എന്നെ നിറച്ചയച്ചു. എന്നെ പരിശുദ്ധാത്മാവിലും നിറച്ചാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചത്. യോർദാന്റെ കരയിൽ
പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പുരോഹിതന്, പ്രവാചകന്, രാജാവിന് പഴയ നിയമത്തിൽ ഭാഗമായി വിവിധമായി പാർട്ട് ബൈ പാർട്ടായി പഴയ നിയമത്തിൽ വന്ന അഭിഷേകത്തെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് അമർത്തി കുലുക്കി കവിഞ്ഞ് വരുന്ന വിലയേറിയ അളവിനാൽ നിറച്ച് അളവില്ലാത്ത അഭിഷേകമായി പരിശുദ്ധ ആത്മാവ് പ്രാവന്ന ദേഹ രൂപത്തിൽ സ്തോത്രം അവന്റെ മേൽ പകർന്ന് നിറച്ചാണ് അവനെ അയച്ചത്. യേശുവിൻ്റെ നാമത്തിൽ. നിനക്ക് പേരിൻ്റെ കൂടെ കുറച്ച് ഡിഗ്രി അല്ല വേണ്ടത്. എക്കും ഇസഡിനും മധ്യത്തിലുള്ള ചില അക്ഷരങ്ങളല്ല നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. വീടിന് മുൻപിൽ കിടക്കുന്ന BMW മെഴ്സിഡസ് ബെൻസുമല്ല സ്തോത്രം മറ്റെന്തോ അതെ കിലോ കണക്കിന് കിൻഡൽ കണക്കിന് സർട്ടിഫിക്കറ്റ് അല്ല. ഇത് പകൽക്കാലം നിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നിന്റെ മാന്യത എന്ന് പറയുന്നത് അഭിഷേകമാണ്. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് പകൽ വീണ്ടും പറയട്ടെ, അഭിഷേകം തന്ന് അപ്പൻ നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. അഭിഷേകം തന്ന് അപ്പൻ നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. അഭിഷേകം തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ജനം പറഞ്ഞാട്ടെ, അഭിഷേകം. കേട്ടില്ല? ഒരിക്കൽ കൂടെ അഭിഷേകം. കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അഭിഷേകം തന്ന ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. ഈ കോൺടെസ്റ്റിൽ ഇന്ന് പകൽ ഈ ദൂതിൽ ഞാൻ പറയട്ടെ, ദ ഫാദർ ഹാർട്ട് ഓഫ് ഗോഡ്. യേശു കർത്താവ് അപ്പോസ്തലന്മാരെ നോക്കി പറഞ്ഞു, ആസ് മൈ ഫാദർ സെൻഡ് മീ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സോ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പിതാവും കൈ ഉയർത്തിയാട്ടെ. എല്ലാ പിതാവും കൈ ഉയർത്തിയ സൂക്ഷിച്ച് കൈ ഉയർത്തുക. കാരണം കഴിഞ്ഞ സെക്കൻഡ് സർവീസ് കല്യാണം കഴിക്കാത്ത ചെറുക്കന്മാരും കൈ ഉയർത്തി. എനിക്കറിയത്തില്ല അവൻ എപ്പോഴാണ് അപ്പനായെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സൂക്ഷിച്ച് കേട്ടിട്ട് വേണം സ്തോത്രം കൈ ഉയർത്താൻ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആരും കൈ ഉയർത്തല്ലെന്ന് ദയവായി ഇത് അവസാന കൽപ്പനയാകുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്ലീസ് ദയവായി അത് എല്ലാ പിതാക്കന്മാർ കൈ ഉയർത്തിയാട്ടെ. എല്ലാ പിതാക്കന്മാർ കൈ ഉയർത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അയക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ എങ്ങനെയാണ് അയക്കുവാൻ വേണ്ടി പോകുന്നത്? ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറച്ച്, ദൈവത്തിന്റെ അഭിഷേകത്തിൽ കൈ താഴ്ത്തിയിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം കേട്ടിരിക്കുക. സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് കേട്ടിരിക്കുക. തിരുവചനം പറയുന്നു, സ്തോത്രം, പിതാവായ ദൈവം യേശു കർത്താവിനെ അളവില്ലാത്ത അഭിഷേകത്തിൽ നിറച്ചാണ് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അയച്ചത്. നീ വെളിപ്പെടുത്തേണ്ടത് നിന്റെ പിതാവിന്റെ ഹൃദയം വെളിപ്പെടുത്തേണ്ട പേഴ്സ് എടുത്തിട്ടല്ല, നിന്റെ 2000 രൂപ സ്തോത്രം 2000 രൂപയുടെ നോട്ട് കെട്ടെടുത്ത് മക്കളുടെ തലവഴി അതേ വിരിച്ചിട്ടല്ല നീ ഫാദർ ഹാർട്ട് വെളിപ്പെടുത്തേണ്ടത്. നീ സ്തോത്രം നിന്റെ പിതാവിന്റെ ഹൃദയം വെളിപ്പെടുത്തേണ്ടത് പണം കൊടുത്തിട്ടല്ല, സ്മാർട്ട് ഫോൺ വാങ്ങി കൊടുത്തിട്ടല്ല, സ്തോത്രം ടേബിൾ ടോപ്പോ ഡെസ്ക് ടോപ്പോ സ്തോത്രം ഐഫോണോ ഐപാഡോ മേടിച്ചു കൊടുത്തിട്ടല്ല സ്തോത്രം നിന്റെ പിതാവിന്റെ ഹൃദയം വെളിപ്പെടുത്തേണ്ടത്. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ നിന്നിലുള്ളതായ ദൈവകൃപ നിന്നിന്റെ അഭിഷേകമാണ്. അഭിഷേകത്തിലാണ്, ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ്, നിന്റെ അഭിഷേകമാണ് സ്തോത്രം നിന്റെ തലമുറ കണ്ട് തിരിച്ചറിയേണ്ടത്. പോയി ഞാൻ പോവാ. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാര് സ്തോത്രം സഭയിൽ വരുന്നത് കുറയും. യേശുവിൻ്റെ നാമത്തിൽ പിതാക്കന്മാരെ നിന്റെ അഭിഷേകമാണ് സ്തോത്രം നിന്റെ മക്കൾ തിരിച്ചറിയേണ്ടത്. ഒരു പക്ഷേ പിതാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവിടെ ആയിരിക്കുന്ന മാതാവാണ്, അവിടെ മാതാവാണ് ഇൻ ചാർജ്, അവിടെ മാതാവാണ് ഇൻ ചാർജ്. പിതാവ് ഇല്ല, പിതാവ് സ്തോത്രം സ്പിരിച്വലി പൊസിഷൻഡ് അല്ല. ഇനി പിതാവ് ചില വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഉള്ള ചില പിതാക്കന്മാർ താഴ്ത്തി സമർപ്പിക്കുകയാണ്, വർഷങ്ങളായിട്ട് സമർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ആ ഉറക്കം തൂങ്ങികളെ തള്ളി മാറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഒരു വിദേശ രാജ്യത്ത് കടന്നു പോയപ്പോഴേക്കും ഒരു മലയാളി ഫാമിലി ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ സ്തോത്രം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഫ്ലോറിഡയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഭാര്യയും ഭർത്താവും വന്നു. നല്ല വലിയ വണ്ടിയിൽ സ്തോത്രം SUV അത് പെട്ടിയെടുത്ത് വെച്ച് എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ ഞാൻ നാച്ചുറലി പ്രതീക്ഷിച്ചു സ്തോത്രം അതേ അങ്കിളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. സ്തോത്രം നോക്കുമ്പോഴേക്കും അമ്മാമ്മ ഒരു 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 4 അടി ഉയരവും ഒരു 8 അടി വീതിയുള്ളതായ അമ്മാമ്മ സ്തോത്രം അതെ അവരിതാ ആ SUV ഏണി വെച്ച് കയറുന്നത് പോലെ പെട്ടെന്ന് ചാടി കയറുക. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ അങ്കിൾ ഇരുന്നാട്ടെ. സ്തോത്രം. ആൻറ്റിയാ ഓടിക്കുന്നത്, എന്തോ ബ്യൂട്ടിഫുള്ളായി പെണ്ണുപിള്ള ഡ്രൈവ് ചെയ്തെന്നറിയാമോ? എന്തോ രസമായിട്ട് അവർ മയാമി എയർപോർട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായി ഡ്രൈവ് ചെയ്ത് പോയി. നല്ല ഡ്രൈവ് ചെയ്തു ഭയങ്കരമായിട്ട്. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ആൻറ്റി ഈ ഡ്രൈവിംഗ് പഠിച്ചത്? അതിവിടെയെങ്ങും അല്ല ബ്രദറെ,
1970-കളുടെ ആരംഭത്തിൽ സ്തോത്രം ഞങ്ങൾ അങ്ങ് പണ്ട് മുണ്ടക്കയങ്കാരാ, അറിയാതെ പറഞ്ഞു പോയി, മുണ്ടക്കയങ്കാരാ. എൻ്റെ ഹൃദയം വളരെ നിഷ്കളങ്കായതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലൊന്നും ഇരിക്കത്തില്ല. എല്ലാവരും എന്നെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. സ്തോത്രം. അതെ, ഞങ്ങൾ മുണ്ടക്കയങ്കാര. ഒരു ദിവസം ഞങ്ങളിതാ സ്തോത്രം അങ്ങ് കുമളിക്കപ്പുറം അതെ കമ്പമ്മേട് തമിഴ്നാട് പോയിട്ട് തിരിച്ചു വരിക. തമിഴ്നാട് പോയി തിരിച്ചു വരുന്നതായ സമയത്ത് വണ്ടി ഏതാണ്ട് ഇങ്ങനെ വഴുതുന്നത് പോലെ തോന്നി. ഞാൻ അതിയാനെ നോക്കുമ്പം പുള്ളി സഭായോഗമെന്ന് വിചാരിച്ച് ഖമോൺ, പുള്ളി സഭായോഗത്തിന് ഇങ്ങനെ തൂക്കി തട്ടുന്നത് പോലെ ഇങ്ങനെ താണുവരാൻ ഉടനെ സ്തോത്രം അതെ ആ വണ്ടി സ്തോത്രം ഇല്ല അടുത്ത കൊക്കയിലേക്ക് വിടാതിരിക്കാൻ ആൻറ്റി അറിയാതെ സ്തോത്രം ആൻറ്റി സകല നിയന്ത്രണം പെട്ടെന്ന് ചോടി പിടിച്ചിട്ടോ മനുഷ്യ സ്തോത്ര. വണ്ടി ഓടിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ചില അതിയാന്മാരുടെ ഗതികേട് കൊണ്ട് ഡ്രൈവർ സീറ്റിൽ കയറിയതാ. ചില അതിയാന്മാരുടെ ഗതികേട്, ഇറസ്പോൺസിബിലിറ്റി. സ്തോത്രം. അതിയാന്മാരുടെ പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, സ്തോത്രം മുട്ടുമടക്കത്തില്ല, ന്യൂസ് ചാനൽ കാണാതെ പഠിക്കുകയാണ്, ന്യൂസ് പേപ്പർ ആദ്യം മുതൽ അവസാനം വരെ കാണാതെ പഠിക്കുകയാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ അതിയാൻ മാട്രിമണി കോളം വരെ കാണാതെ പഠിക്കും. അവൻ കല്യാണം കഴിച്ചത് 1928 പക്ഷേ ഇപ്പോഴും എവിടെയൊക്കെ പെണ്ണുങ്ങൾ കെട്ടാനുണ്ടെന്ന് സ്തോത്രം അവൻ മുഴുവൻ കാണാതെ പഠിക്കും. ന്യൂസ് പേപ്പർ കാണാതെ പഠിച്ച്, ഇൻ്റർനെറ്റ് കാണാതെ പഠിച്ച്, ഫോണിൽ കുത്തി ജീവിതം കുഴിയിലോട്ടിരുന്ന് മറ്റേ സ്തോത്രം മുണ്ടക്കൈ അങ്കിളിനെ പോലെ സ്തോത്രം താഴ്ത്തി സമർപ്പിക്കുകയാണ് സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ. അപ്പോഴാണ് അമ്മ സടപടഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഞാൻ സ്തോത്രം ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ എൻ്റെ പിള്ളേർ കുഴിയില്ല, എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തെറ്റിപ്പോകും യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സ്റ്റിയറിംഗ് വീലിലേക്ക് ചാടി വീണ ആൻറ്റിയെ നോക്കി അറിയാതെ ഞാൻ പറഞ്ഞു പോയി, സ്മോൾ ലെറ്ററിലല്ല ക്യാപിറ്റൽ ലെറ്ററിൽ ഞാൻ പറഞ്ഞു പോയി, കൺഗ്രാറ്റുലേഷൻ. ഇന്ന് പകൽക്കാലം അങ്ങനെ സ്തോത്രം വേണ്ട എന്ന് വിചാരിച്ചിട്ടും ആ ഉത്തരവാദിത്തത്തിലേക്ക് ചാടി കയറിയ സഹോദരിമാർ നോക്കി, ഐ സല്യൂട്ട് യു ആൻഡ് ഐ ടെൽ യു കൺഗ്രാറ്റുലേഷൻ. പക്ഷേ അത് ഇസബേലായി തീരുവാനുള്ളതായ ചാൻസ് വളരെ കൂടുതലാണ്. അത് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം. പക്ഷേ ഇന്ന് പകൽക്കാലം എൻ്റെ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വം എന്ന സ്റ്റിയറിങ്ങിൻ്റെ കീഴിലിരുന്ന് താഴ്ത്തി ധ്യാനിച്ചും മാനിച്ചും ഇരിക്കുന്നവന്മാരെ എങ്ങനെയെങ്കിലും ഏലിയാവിൻ്റെ തീ നിന്റെ കഷണ്ടി തലയിലേക്ക് ഇട്ട് നിന്നെ ഒന്ന് ഉണർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. 3 പേരെ തൊട്ട് പറ, ആത്മീയ ജീവിതത്തിന് ഉത്തരവാദിത്വമുണ്ട്. പെട്ടെന്ന് പറഞ്ഞോട്ടെ, ഉത്തരവാദിത്വമുണ്ട്. 2 റെയിൽവേ പാളങ്ങൾ, അതിന് നമ്മൾ പറയുന്ന പേര് ട്രാക്ക് എന്നാണ്. ആ ട്രാക്കിൽ നിൽക്കുമ്പോഴാണ് രാജധാനി കുതിക്കുന്നത്, ശതാബ്ദി ഓടുന്നത്, കേരളം അറിയാതെ പോകുന്നത്. സ്തോത്രം. ഒരു ട്രെയിന് പോലും ആ ട്രാക്കിൽ നിൽക്കണമെങ്കിൽ തോന്നിയതുപോലെയല്ല, അമ്മായിയപ്പൻ പറയുന്ന പോലെയല്ല, അമ്മ പറയുന്ന പോലെയല്ല, സ്തോത്രം ദല്ലാള് പറയുന്ന പോലെയല്ല, പാസ്റ്ററും പ്രവാചകനും പറയുന്ന പോലെയല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അതിന്റെ ഓർഡറിൽ നീ ആയിരിക്കുമ്പോഴാണ് നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്നത്. അടുത്തിരിക്കുന്നത് ഹൈഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഉത്തരവാദിത്വം. പെട്ടെന്ന് പറ, കേക്ക് യേശുവിന്റെ നാമത്തിൽ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഉത്തരവാദിത്വം. തലയിലാണ് ഉത്തരവാദിത്വം, മറന്നു പോകല്ല. തലയിലാണ് ഉത്തരവാദിത്വം. മുഖ്യമന്ത്രി പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നുന്നു, പ്രധാനമന്ത്രി പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രസിഡന്റ്മാർ പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നുന്നു. കാരണം ഉത്തരവാദിത്വം എടുക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കും, ഉറക്കം കുറയും, സ്തോത്രം കൂടുതൽ യാത്ര ചെയ്യും. ഉത്തരവാദിത്വം തലയിലാണ്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തലയിലെ രോമങ്ങൾ അതേ പഴകാതെ, അല്ലെങ്കിൽ നിന്റെ തലയിലെ രോമങ്ങൾ കുറയാതിരിപ്പാൻ, നിന്റെ തലമുടി നശിക്കാതിരിപ്പാൻ, നിനക്ക് ബിപിയും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും വരാതിരിപ്പാൻ എൻ്റെ കർത്താവ് പറഞ്ഞു, പിന്നെ ആ ഉത്തരവാദിത്വം വരുന്നതിന് മുൻപേ ഞാൻ നിനക്കൊരു നല്ലൊരു ഹെൽമെറ്റ് പോലെ എൻ്റെ അഭിഷേകത്തെ നിന്റെ തലയിലാണ് ഞാൻ ആദ്യം അയക്കുന്നത്. യെസ് 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 യെസ്
കയ്യിലല്ല അഭിഷേകം, കാലിലല്ല അഭിഷേകം, തലയിലാണ് അഭിഷേകം. തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്. സ്തോത്രം, തലയിലാണ് അഭിഷേകം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, തലയിൽ അഭിഷേകം. പറഞ്ഞാട്ടെ, തലയിൽ അഭിഷേകം. തലവേദനയല്ല, പ്രശ്നങ്ങളല്ല, കീമോതെറാപ്പി അല്ല, ആക്സിഡന്റ് അല്ല, തലയിൽ അഭിഷേകമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ തലയിലാണ് അഭിഷേകം. ഇന്ന് വൈകിട്ട് മുതൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ, ഇന്ന് വൈകിട്ട് അരണ്ട സന്ധ്യ ആകുന്നത് വരെ, സന്ധ്യ മയങ്ങുന്നത് തുടങ്ങി ആദ്യം ബൈബിൾ എടുക്കുന്നത് പിതാവേ, പപ്പയെ, ഡാഡിയെ, അച്ചോ, സ്തോത്രം, സഹോദരനെ നീയാണ്. പിതാവേ നീയാണ് സ്തോത്രം പാഠപുസ്തകം വേദപുസ്തകം എടുക്കേണ്ടത്, നീയാണ് പറയേണ്ടത്. വാ നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. നീയാണ് സങ്കീർത്തനം വായിക്കേണ്ടത്, നീയാണ് റീഡിംഗ് പോർഷൻ പറയേണ്ടത്. സ്തോത്രം, ഞാൻ എങ്ങനെയാണോ ഈ ചർച്ച് നയിക്കുന്നത് പോലെ നീയാണ് നിന്റെ കുടുംബത്തിന്റെ പാസ്റ്റർ. നിന്റെ കുടുംബം, ഓ ഹല്ലേലൂയ, ഓ ഇതാരെങ്കിലും റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചേരണേ. സ്തോത്രം, ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു സഭ നയിക്കുന്ന പോലെ നിന്റെ കുടുംബത്തെ നയിക്കേണ്ടത്, സ്തോത്രം, നീയാണ് നിന്റെ കുടുംബത്തെ നയിക്കേണ്ടത്. അഭിഷേകത്തിന്റെ കംപ്ലീറ്റ് പാക്കേജ്, സ്തോത്രം, പിതാവേ നിന്റെ തലയിലാണ്. ബിക്കോസ് യു ആർ ദ പ്രീസ്റ്റ് ഓഫ് യുവർ ഫാമിലി, യു ആർ ദ പ്രോഫറ്റ് ഓഫ് യുവർ ഫാമിലി, ആൻഡ് യു ആർ ദ കിങ് ഓഫ് യുവർ ഫാമിലി. നിന്റെ കുടുംബത്തിന് നീയാണ് പുരോഹിതൻ, നിന്റെ കുടുംബത്തിനും നീയാണ് പ്രവാചകൻ, നിന്റെ കുടുംബത്തിനും നീയാണ് രാജാവ്. അർത്ഥം, സ്തോത്രം, പുരോഹിതനാണോ? പുരോഹിതൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിച്ച് നടക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഓ മാതാവ്, പിതാവ്, ഈ ഡിസംബറിന്റെ അവസാന നാളുകൾ വീടുകളിലെ എല്ലാ റൂമിലും കയറി ഇറങ്ങി പ്രാർത്ഥിക്കണം. എത്ര പേർ ആമേൻ പറയുക? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ചുറ്റൂരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, എല്ലാ റൂമിലും പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പറ, എല്ലാ റൂമിലും പ്രാർത്ഥിക്കണം. മോത്തോക്കി പറ, മോത്തോക്കി പറ, മോത്തോക്കി പറ. എല്ലാ റൂമിലും പ്രാർത്ഥിക്കണം. വീണ്ടും വീണ്ടും എല്ലാ അലമാരയും തൊട്ട് പ്രാർത്ഥിക്കണം. എല്ലാ അലമാരയും തൊട്ട് പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെടാതിരിക്കുന്ന വ്യക്തികളുടെ എല്ലാ ഡ്രസ്സും തൊട്ട് പ്രാർത്ഥിക്കണം. അലക്കിയതാകട്ടെ, അലക്കാൻ ഇട്ടയ്ക്കുന്നതാകട്ടെ, അതിന് തൊട്ട് പ്രാർത്ഥിക്കണം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അന്ന് ശക്തി വ്യാപരിച്ചു. പൗലൂസിന്റെ റൂമാൽ തൊട്ടപ്പോൾ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചു. യേശുവിന്റെ നാമത്തിൽ അവൻ കൊണപ്പെടണം. അവൻ രക്ഷിക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു. ഓ, അവൻ സ്നാനപ്പെട്ട ദൈവസഭയിൽ വന്ന് നെടും തൂണായി അഭിഷേകത്തിന്റെ തൂണായി ഈ പട്ടണത്തിൽ തല ഉയർത്തി നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ റൂമിലും കയറി പ്രാർത്ഥിക്കണം. എല്ലാ റൂമിലും കയറി പ്രാർത്ഥിക്കണം. മക്കൾ ഉറങ്ങാൻ കിടക്കുന്ന ബെഡിനെ തൊട്ട് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ ബെഡിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്തോത്രം, അതേ കാണണം. കാരണം എൻ്റെ ബൈബിൾ വളരെ കൃത്യവും വ്യക്തവും സത്യമായി പറയുന്നു. അബ്രഹാം വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിയപ്പോൾ he started begin to build the altar. Oh, place to place, from one place to another place as he was voyaging. അബ്രഹാം, സ്തോത്രം, അതേ യാത്ര ചെയ്യുമ്പോൾ അവൻ പോയ സകല സ്ഥലത്തും ആദ്യമായി അവനിതാ സ്തോത്രം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയാണ്. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇതാ ഇസഹാക്ക് വരുന്നുണ്ട്, അതിനുശേഷം യാക്കോബ് വരുന്നുണ്ട്. ഏത് പുസ്തകം പറയുന്നു? അബ്രഹാം ഏതൊക്കെ സ്ഥലത്താണോ അവൻ യാഗപീഠം പണിത് ആരാധിച്ചത്, അവിടെ എല്ലായിടത്തും ദൈവം ഇസഹാക്കിനോടും യാക്കോബിനോടും സംസാരിച്ചു. അർത്ഥം, നിന്റെ വീട്ടിൽ എവിടെയാണോ നീ സ്തുതിച്ച് പാടി നടക്കുന്നത്, എവിടെയാണ് അന്യഭാഷ പറഞ്ഞ് നടക്കുന്നത്, ഏത് ബെഡിൽ തൊട്ടാണോ പ്രാർത്ഥിക്കുന്നത്, അവിടെ നിന്റെ തലമുറകളോട് ദൈവം സംസാരിപ്പാൻ വേണ്ടി പോകുന്നു. അവിടെ നിന്റെ തലമുറകളോട് എൻ്റെ ദൈവം ഇടപെടുവാൻ വേണ്ടി പോകുന്നു. Let that house be the house of encounter. സ്തോത്രം, അതേ ഒരു എൻകൗണ്ടറിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതായ ഭവനങ്ങളാകട്ടെ. പുരോഹിതന്മാർ പ്രാർത്ഥിക്കട്ടെ, രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Number 2, if you are anointed man of God, prophetic announcement, let it pronounce in that atmosphere of that house. ഓ, നീ ഒരു പ്രവാചകനെങ്കിൽ നിന്റെ പ്രവചന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. ന്യൂസ് അല്ല, നുണയല്ല, കുപ്രചരണമല്ല, കുറ്റാരോപണമല്ല, ചെതറിക്കിടക്കുന്ന അസ്ഥികളായിരിക്കാം, അസ്ഥി താഴ്വരകളായിരിക്കാം, ഒന്ന് യോജിക്കാത്തതായിരിക്കാം, അഭിപ്രായത്തിൽ യോജിക്കാത്തതായിരിക്കാം, ഐഡിയയിൽ യോജിക്കാത്തതായിരിക്കാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഈ സ്തോത്രമതേ ഡിസംബർ മാസം, സ്തോത്രമതേ 16-ാം തീയതി, ഇന്ന് 16-ആണ്, ഡിസംബർ മാസം 16-ാം തീയതി യേശുവിന്റെ നാമത്തിൽ പ്രവചന അഭിഷേകം നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. ഇറങ്ങി നിന്ന് പ്രവചിച്ചോട്ടെ. എൻ്റെ മക്കൾ പ്രവചിക്കും. എൻ്റെ മക്കൾ ദൈവത്തിന്റെ കൃപയും കൃപാവരവും ഏറ്റെടുക്കും. എൻ്റെ മക്കൾ മാർഗമേടിക്കും. എൻ്റെ മക്കൾ സ്തോത്രം ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ദൈവത്തിന്റെ കൃപയാൽ പഠിക്കും. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ.
സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾക്കെതിരെ അവിടെ ഭാവിക്കെതിരെ പറഞ്ഞതായ സകല തിന്മകളുടെ വാക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ആത്മാവിൽ, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നന്മ പറഞ്ഞോട്ടെ, അനുഗ്രഹം പറഞ്ഞോട്ടെ, ജയം പറഞ്ഞോട്ടെ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. സ്തോത്രം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട വേറെ സ്തോത്രം ഒത്തിരി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സ്തോത്രം. അതെ, IIT, IIM. യേശുവിൻ്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് തെളിയിപ്പാൻ സ്തോത്രം അതെ അവകാശമുണ്ട്. നൂറുകണക്കിന് അന്യഭാഷ പറയുന്നവർ ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏറ്റവും സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഉയരണം, അനുഗ്രഹിക്കപ്പെടണം. In Jesus' name. Hallelujah. യേശുവിൻ്റെ നാമത്തിൽ നീ വിതച്ചാൽ നീ കൊയ്യും, നീ പറഞ്ഞാൽ സംഭവിക്കും. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക. ഒരു ഡിലേ പോലും വരത്തില്ല. 2019 ഞങ്ങളുടെ വർഷമാണ്. നോക്കോ, ഒന്നല്ല പല സെറ്റായി ഞങ്ങളുടെ വർഷമാണ്. ഓ BGR പോലെ 7 കളർ കോമ്പിനേഷൻ പോലെ പലത് തമ്പുരാൻ ഒരുമിച്ച് നൽകുവാൻ വേണ്ടി പോകുകയാണ്. ഇപ്പോഴേ എൻ്റെ ദൈവം അതിനു വേണ്ടി എന്നെ ഒരുക്കിയാണ്. വിളിച്ചു പറയണം. കേട്ടവർ ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറ. മനുഷ്യൻ പറയുന്നത് മറക്ക്, മനുഷ്യൻ പറഞ്ഞത് മറക്ക്, പിശാച് പറഞ്ഞത് മറക്ക്, ദൈവം പറഞ്ഞത് വിശ്വസിക്ക്. എണ്ണ ഒഴുകുകയാണ്, എണ്ണ ഒഴുകുകയാണ്, എണ്ണ ഒഴുകുകയാണ്. അഭിഷേക തൈലം ഒഴുകുകയാണ്. തൈലത്തിൽ എണ്ണയിൽ നിറഞ്ഞിരിക്കുന്നവനെ പിടിച്ചെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. Come on. So you are the priest, you are the prophet. Number 3, you are the king. You are the king. മനസ്സിലാക്കണം. ഒന്ന്, ദൈവം വാഴുന്നു. ദൈവം ലോകത്തിൻ്റെ CEO ആയി, ലോകത്തിൻ്റെ ചെയർമാനായി ദൈവം വാഴുന്നു. തിരുവനന്തപുരത്ത് ആരോ വാഴുന്നുണ്ടായിരിക്കാം, ഡൽഹിയിൽ ആരോ വാഴുന്നുണ്ടായിരിക്കാം. ഞാൻ പറയുന്ന ഒരിക്കൽ കൂടെ കേട്ടോട്ടെ. ഉന്നതന്മാർ തിരുവനന്തപുരത്തുണ്ട്, സ്തോത്രം. ഉന്നതന്മാർ ഡൽഹിയിലുമുണ്ട്. പക്ഷേ അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്. അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്. അത്യുന്നതൻ സ്വർഗത്തിലുണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ കൺട്രോൾ, സ്പിരിച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൻ തന്നെ ആയിരിക്കട്ടെ. അമ്മ അനുസരിക്കട്ടെ. അമ്മയുടെ അനുസരണം സബ്മിഷനും കണ്ടിട്ട് കുഞ്ഞുങ്ങൾ അപ്പനെ ഫോളോ ചെയ്യട്ടെ. നീ അനുഗ്രഹിക്കപ്പെടാൻ, നീ ഉയർത്തപ്പെടാൻ, നീ ചൊറിയണം പോലെയല്ല, നീ സരളവൃക്ഷമായി തീരുവാൻ, നീ സരളവൃക്ഷമായി തീരുവാൻ, നീ കൊഴുന്ത് ആയി തീരുവാൻ. നീ പറക്കാരയല്ല, നീ മുള്ളല്ല. കെട്ടവരാമേൻ പറഞ്ഞോട്ടെ. നീ പറക്കാരയല്ല, നീ മുള്ളല്ല. കെട്ടവരാമേൻ പറഞ്ഞോട്ടെ. നീ പറക്കാരയല്ല, നീ മുള്ളല്ല. നീ സരളവൃക്ഷമാണ്, നീ കൊഴുന്താണ്. നീ സരളവൃക്ഷമാകുവാൻ, നീ കൊഴുന്താകുവാൻ സ്പിരിച്വൽ അതോറിറ്റിക്ക് അനുസരണമുള്ളവളായി കീഴടങ്ങിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അതെ, അപ്പോൾ രാജകീയ അനൗണ്ടിങ് നിന്റെ കുടുംബത്തിൻ്റെ ഡൊമിനിയൻ ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിന്റെ കുടുംബത്തെ ഭരിക്കുന്നത്? ചിലർ പറയും ചില രോഗങ്ങളാണ്, മറ്റു ചിലർ പറയും ചില പ്രശ്നങ്ങളാണ്, വേറെ ചിലർ പറയും സ്തോത്രം അതെ കേസുകളാണ്, വേറെ ചിലർ പറയും ഡിസ്പ്യൂഷനാണ്, വേറെ ചിലർ പറയും ഡിസ്റ്റർബൻസ് ആണ്, വേറെ ചിലർ പറയും ഡിവിഷനാണ്. യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ തൻ്റെ സിംഹാസനം ഇട്ട് അവൻ നിന്റെ കുടുംബത്തെ വാഴുന്നു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മതി, മതി, മതി. ഇന്ന് പകൽ പിശാചേ നിന്റെ പദ്ധതിയെ ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇന്ന് പകൽ നിന്റെ പദ്ധതിയെ ജീവിതത്തിൽ, തലമുറയിൽ, ഭവനത്തിൽ ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കേട്ടവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം. അതെ, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയണം. എല്ലാ അപ്പന്മാരും വിളിച്ചു പറയണം. സകല ദുരാത്മാവെ, സകല അന്ധകാര ശക്തിയെ, സകല മാനസികമായ ടെൻഷനെ, എല്ലാ ഡിപ്രഷനെ, എല്ലാ ഡീമൺ ഡീവിയേഷനെ, എല്ലാ ഡീമണിക് ഡിവിഷൻസ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോ, എൻ്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോ. പിശാച് ഇത് നിന്റെ വാടക വീടല്ല, എൻ്റെ വീട് നിന്റെ വാടക വീടല്ല, ഇത് ജീസസിന്റെ പ്രൈവറ്റ് റെസിഡൻസ് ആണ്. പിശാചിനും യേശുവുമായി ഒരുമിച്ച് വസിപ്പാൻ എൻ്റെ വീട്ടിലെ ഇടം ഇല്ല. സകല ദുരാത്മ മണ്ഡലങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എഴുന്നേറ്റുന്നില്ല. 2 കരങ്ങൾ ഉയർത്തിയാട്ടെ. ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, എല്ലാ ബഹുമാനം അങ്ങയ്ക്ക്, എല്ലാ സ്തുതിയും അങ്ങയ്ക്ക്, എല്ലാ സ്തോത്രം അങ്ങയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി. എന്താണോ നിന്റെ കുടുംബത്തെ ഭരിക്കുന്നത്, പ്രശ്നം, ആ പ്രതികൂലം, ആ രോഗം, ആ പ്രയാസം, വാ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചു മാറ്റ്. വാ തുറന്ന് അതിനെ ബന്ധിച്ചു മാറ്റ്. ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കുന്ന തലമുറകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല ദുരാത്മാവിൻ്റെ ശക്തികളെ, സകല ആഭിചാര ക്രിയകളെ, സകല രോഗങ്ങളെ, സകല പ്രതികൂലങ്ങളെ, സകല പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇതേപോലെ വാ തുറന്ന് പറഞ്ഞ് ആ രോഗത്തെ ബന്ധിക്കുക, ആ രോഗത്തെ ബന്ധിക്കുക, ആ പ്രശ്നത്തെ ബന്ധിക്കുക, ആ പരാജയങ്ങൾ ബന്ധിക്കുക, അവസരം നഷ്ടപ്പെടുത്തുന്ന ഡിലേ ബന്ധിക്കുക, അഡ്മിഷൻസ് മുടങ്ങി, വിവാഹങ്ങൾ മുടങ്ങി, ആ ഡിലേ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുക. ഒരു വർഷം പോലും നിനക്ക് നഷ്ടമാകത്തില്ല, ഒരു വർഷം പോലും നഷ്ടമാകത്തില്ല. എന്തേലുമൊക്കെ നടക്കും. ഇനി ഒരു വർഷം പോലും ശൂന്യമല്ല, പാടില്ല. ഒരു വർഷം പോലും ശൂന്യവും പാടുമില്ല. ലൈഫ് ലോങ് ഇല്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞോട്ടെ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മാവിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം ശാസിച്ച് വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞോട്ടെ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകം എൻ്റെ മേൽ, എൻ്റെ ഭവനത്തിന്മേൽ, ഭവനത്തിൻ്റെ അംഗങ്ങളുടെ മേൽ. അവരുടെ പേരുകൾ പറഞ്ഞോട്ടെ. അപ്പപ്പയെക്കുറിച്ച് പറ, അമ്മയെക്കുറിച്ച് പറ, കുഞ്ഞുങ്ങളുടെ പേര് പറ. യെസ്, എല്ലാവരുടെയും ഒഴുകട്ടെ, എല്ലാവരും ഒഴുകട്ടെ. പറഞ്ഞേ ആർക്കൊക്കെ എന്തൊക്കെ കുറവുകളുണ്ടോ പറഞ്ഞേ. മെമ്മറി പവർ ഇല്ലയോ? ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ലയോ? റാപ്പിഡിറ്റി ഇല്ലയോ? കോപമാണോ? നുണയാണോ? കുറ്റം പറച്ചിലാണോ? അതെല്ലാം വിട്ടു പോകട്ടെ. പകരം അനോയിന്റിങ് നിറയട്ടെ. ലോകം ചോദിക്കുക, where are the fathers and where are the mothers? Where are the fathers? Where are the mothers? ഇന്ന് പകൽ ഇവിടെ നിന്ന് നമ്മൾ ആരാധിക്കുമ്പോഴും ആയിരങ്ങൾ തിരുവനന്തപുരത്ത് കരയുക. നല്ലൊരപ്പനില്ല, നല്ലൊരമ്മയില്ല. ഞാൻ നിങ്ങൾ നോക്കി ഈ കരം ഉയർത്തി നിൽക്കുന്നവരെ നോക്കി പറയട്ടെ, ഈ കരം ഉയർത്തി നിൽക്കുന്ന ആയിരങ്ങൾ അഡോപ്റ്റ് ചെയ്യുവാൻ ചില കരങ്ങളെ കർത്താവ് ബലപ്പെടുത്ത്. ആയിരങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ. കാരണം സ്നേഹത്തിൻ്റെ വില നിനക്കറിയാം, കരുതലിൻ്റെ വില നിനക്കറിയാം. നിനക്കത് കിട്ടിയില്ല മക്കളെ. നിന്റെ വീട്ടിൽ ആരും നിനക്കത് തന്നില്ല. ദുഃഖത്തിൻ്റെ മകൻ, ദുഃഖത്തിൻ്റെ മകളായി കിട്ടാതെ നീ വളർന്നു. The Lord was really teaching you. ദൈവം നിന്നെ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. എന്തിനാ പറയുന്നു? സഭയെന്ന് പോലും നിനക്ക് കിട്ടിയില്ലല്ലോ. The Lord was really teaching you. സഭയെന്ന് പോലും നിനക്ക് കിട്ടിയില്ല. The Lord was really teaching you. എന്തിനാ? കൊടുങ്കാറ്റിൽ നിന്ന് കയറി വരുന്നവർക്ക് നേരെ മന്ദമാരുതനാകാം. Father, we love you, we worship, adore you, Heavenly Father, we love you, we worship, adore you, glorify thy name in all the earth.
glorify thy name, glorify thy name, glorify thy name in all the earth. Glorify thy name, glorify thy name, glorify thy name in all the earth. Jesus, we love you, We worship and adore you, dear Jesus. We love you. We worship and adore you. Glorify thy name in all the earth. Glorify thy name, and glorify thy name, glorify thy name in all the earth. Glorify thy name. I sing. Glorify thy name, Glorify thy name in all the earth. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് glorify. Beautiful, we'll sing glorify thy name, glorify thy name, glorify thy name in all the earth. I bless them in the name of God of Abraham, Isaac, and Jacob. Let them be a great blessing. എവിടെ പോയാലും എവിടെ നിന്നാലും നനഞ്ഞ തോട്ടം പോലെ വറ്റാത്ത നീരുറ പോലെ ഈ ജനത്തെ സഹായിക്കും.